അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ റമളാനിൻ്റെ അനുഗ്രഹീതമായ ഈ സുദിനത്തിലെ വിശുദ്ധ ഖുർആനിനെ കുറിച്ച് അല്പം പറയുകയും കേൾക്കുകയും ചെയ്യുക എന്ന ഉദ്ദേശത്തിലാണ് ഈ പരിപാടി, ഈ സമ്മേളനം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒത്തുകൂടലിനെ അനുഗ്രഹപൂർണ്ണമാക്കി തീർക്കുമാറാകട്ടെ. പൊതുവെ റമദാൻ മാസത്തിൽ ഇത്തരം ഖുർആൻ സമ്മേളനങ്ങൾ വ്യാപകമായി നടക്കാറുണ്ട്. സാധാരണ ഖുർആൻ സമ്മേളനത്തിൽ ധാരാളം ആളുകളും പങ്കെടുക്കാറുണ്ട്. കാരണം ആളുകൾക്ക് വിശുദ്ധ ഖുർആനോടുള്ള ഒരു സ്നേഹം, ഒരു ബന്ധം അൽഹംദുലില്ലാഹ് ദിനം പ്രതി വർദ്ധിച്ചു വരികയാണ്. ധാരാളം ആളുകൾ, പൊതുസമൂഹം ഇന്ന് ഖുർആനിനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേസമയം ഇപ്പോഴും വിശുദ്ധ ഖുർആൻ അതായിത്തീരേണ്ട ഒരവസ്ഥയിലേക്ക് എത്തിയിട്ടില്ല എന്ന് നമുക്കറിയാം. നമ്മൾ ഖുർആനിനെ സമീപിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ കലാമാണെന്ന ബോധ്യത്തോടു കൂടി സമീപിക്കേണ്ടതുണ്ട്. ചില പണ്ഡിതന്മാർ വിശുദ്ധ ഖുർആനിനെ അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണെന്ന് പറയുന്നത് തെറ്റാണ്, അത് അബദ്ധമാണ് എന്ന് തന്നെ അവകാശപ്പെടുന്നവരാണ്. പകരം അത് അള്ളാഹുവിൻ്റെ തന്നെ കലാമാണ്. അത്തരമൊരു സംഗതി നമ്മുടെ പക്കലുണ്ടായിട്ട് നാം അതിനെ വേണ്ട പോലെ ഉപയോഗിക്കുന്നില്ല എന്നത് വളരെ സങ്കടകരമായൊരു കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളൊരിക്കൽ സഹാബത്തുമായി സംവദിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സംവദിച്ചുകൊണ്ടിരിക്കുമ്പോൾ റസൂല് സഹാബത്തിനോട് ചോദിച്ചു, അള്ളാഹുവിൻ്റെ അടുക്കൽ വളരെ ശ്രേഷ്ഠരായ ചില നല്ല ആളുകളെക്കുറിച്ച് നിങ്ങൾക്ക് പറയാമോ? അപ്പോൾ സഹാബത്ത് പറഞ്ഞു, അത് മലായിക്കത്തുകളാണ്. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിനൊരു മറുപടി കൊടുത്തത്, മലക്കുകൾ അള്ളാഹുവിൻ്റെ സവിശേഷ സൃഷ്ടികളല്ലേ. ലാ യഅ്സൂനല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅ്മറൂൻ. അള്ളാഹ് കൽപ്പിച്ചതിന് വിരുദ്ധമായത് ചെയ്യാൻ കഴിയാത്ത, അല്ലാഹു തആല എന്ത് കൽപ്പിച്ചോ അത് മാത്രം ചെയ്യാൻ കഴിയുന്ന സൃഷ്ടികളല്ലേ. അത് അങ്ങനെ പറയാൻ പറ്റൂല. അപ്പൊ സഹാബത്ത് പറഞ്ഞു, അമ്പിയാക്കന്മാരാണ്. അപ്പോഴും അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, അമ്പിയാക്കന്മാർ വഹ്യി ലഭിക്കുന്ന ആളുകളല്ലേ, അള്ളാഹുവിൻ്റെ വഹ്യി ലഭിച്ചുകൊണ്ടിരിക്കുന്ന മഹാന്മാരല്ലേ. അപ്പോൾ വീണ്ടും സഹാബാക്കൾ പറഞ്ഞു, ഞങ്ങൾ സഹാബാക്കളാണ്, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സഹാബാക്കളാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങൾ എൻ്റെ സ്വഹാബികളല്ലേ, നിങ്ങളുടെ ഇടയിൽ ഞാൻ ജീവിക്കുന്നില്ലേ, ഞാൻ നിങ്ങളുടെ ഇടയിലുള്ള ഒരാളല്ലേ, പ്രവാചകനെ കണ്ട് ജീവിക്കുന്ന ആളുകളാണ് നിങ്ങൾ. എന്നിട്ട് അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, ഒരു വഹയും ഇറങ്ങാത്ത, ഒരു വഹയും ഇറങ്ങിക്കൊണ്ടിരിക്കാത്ത, ഒരു നബിയും കൂടെ ജീവിച്ചിട്ടില്ലാത്ത, ആയിരക്കണക്കിന് വർഷങ്ങൾ പിന്നിട്ട് ആ വഹീൻ്റെയും ആ പ്രവാചകൻ്റെയും പാത പിൻപറ്റി ജീവിക്കുന്ന മനുഷ്യർ, ഒരു നബിയെ കാണാതെ അള്ളാഹുവിൻ്റെ പ്രവാചകനെ പിൻപറ്റി ജീവിക്കുന്ന ആളുകൾ,
അവരാണ് ഒരർത്ഥത്തിൽ ഉന്നതരായ വ്യക്തികൾ. നമ്മൾ ആ ഒരർത്ഥത്തിൽ പെടുന്ന ആളുകൾ നമ്മളാണ്. 1400 വർഷങ്ങൾക്ക് മുമ്പ് അവതീർണമായ വിശുദ്ധ ഖുർആനിനെ പിൻപറ്റിക്കൊണ്ട് ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്ന ആളുകൾ. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, നമുക്ക് ഉമ്മു ഐമനെ ഒന്ന് കാണാൻ പോകണം. അള്ളാഹുവിൻ്റെ റസൂല് ഉമ്മു ഐമനെ കാണാൻ ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ട്. റസൂലില്ലാത്ത ഈ കാലത്ത് നമുക്കൊന്ന് ഉമ്മു ഐമനെ സന്ദർശിക്കാൻ വേണ്ടി പോകാം. റസൂലുള്ളാഹിയുടെ കുടുംബത്തിൽ വളരെ അടുത്തിടപഴകിയ ഒരു സ്ത്രീയായിരുന്നു ഉമ്മു ഐമൻ. അള്ളാഹുവിൻ്റെ റസൂലിനെ വളർത്തിയ ഒരു സ്ത്രീയാണ്. ഒരർത്ഥത്തിൽ അവരുടെ കൂട്ടത്തിൽ ഒരു വൃത്തിയായിരുന്നു അവർ. ഇസ്ലാം സ്വീകരിച്ച ഉമ്മു ഐമനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ഇടയ്ക്ക് കാണാൻ വേണ്ടി പോകുമായിരുന്നു. ഏതായാലും റസൂലിൻ്റെ പാത പിൻപറ്റിക്കൊണ്ട് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കൂടി ഉമ്മു ഐമനെ കാണാൻ വേണ്ടി പോയി. ഉമ്മു ഐമൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയും ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെയും കണ്ടപ്പോൾ പെട്ടെന്ന് പൊട്ടിക്കരഞ്ഞുപോയി. ആ സന്ദർഭത്തിൽ ഉമർ റളിയല്ലാഹു അൻഹു അവരോട് ചോദിക്കുന്നുണ്ട്, മാ അബ്ക, എന്തിനാ നിങ്ങൾ കരയുന്നത്? അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ ഇൻദല്ലാഹി ഖൈറുൽ ലിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും ശ്രേഷ്ഠനല്ലേ അല്ലാഹുവിൻ്റെ റസൂൽ. അല്ലാഹുവിൻ്റെ റസൂലിന് വേണ്ടിയല്ലേ ആദ്യത്തെ സ്വർഗത്തിൻ്റെ വാതിലുകൾ തുറക്കപ്പെടുക. ആ അല്ലാഹുവിൻ്റെ റസൂലിനെ ഓർത്ത് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഇനിയും കരഞ്ഞുകൊണ്ടിരിക്കുന്നത്? ആ സമയത്ത് ഉമ്മു ഐമൻ പറഞ്ഞു, ഞാൻ അതിൻ്റെ പേരിലല്ല കരയുന്നത്. മാ അബ്ക, അതിൻ്റെ പേരിലല്ല ഞാൻ കരയുന്നത്. എനിക്കറിയാം അല്ലാഹുവിൻ്റെ റസൂൽ അല്ലാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും ശ്രേഷ്ഠനാണ്. വലാകിൻ അബ്ക അന്നൽ വഹ്യ ഖദ് ഇൻഖതഅ മിനസ് സമാ. ഞാൻ കരഞ്ഞത് വഹ്യ് ആകാശത്ത് നിറങ്ങുന്നത് നിലച്ചു പോയല്ലോ എന്നോർത്ത് കരഞ്ഞതാണ്. ഇനി അള്ളാഹിൻ്റെ വഹ്യ് ഇറങ്ങാനില്ല. അള്ളാഹുവിൻ്റെ ഒരു ഖുർആൻ ഇനി ഇറങ്ങില്ലല്ലോ. റസൂല് വഫാത്തായിപ്പോയി. അഥവാ ഇനിയൊരു ഖുർആൻ ഇറങ്ങാനില്ല എന്നതായിരുന്നു അവരെ കരയിപ്പിച്ച കാര്യം. ഞാൻ ഈ വിഷയങ്ങൾ പറഞ്ഞു വന്നത് നമുക്ക് ഇസ്ലാമികമായ ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ ശക്തി പകരേണ്ടതും നമ്മുടെ കയ്യിലെ ഏറ്റവും വലിയ ഒരു മോചിതത്തായി നാം കയ്യിലെടുക്കേണ്ടതും ഏത് തിന്മകളെയും പ്രതിരോധിക്കാനുള്ള ആയുധമായി നാം കയ്യിലെത്തേണ്ടതും വിശുദ്ധ ഖുർആനിനെയാണ്. ഖുർആനുമായി ചിന്തിക്കുമ്പോൾ എനിക്ക് ആദ്യം പറയാനുള്ളത്, വിശുദ്ധ ഖുർആനിനെ നാം പാരായണം ചെയ്യണം. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നത് വളരെ പുണ്യമുള്ളൊരു കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ഖുർആൻ പാരായണത്തെ ഒരുപാട് പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുവിൻ്റെ റസൂൽ ഒരിക്കൽ പറഞ്ഞു, നിങ്ങൾ ആയത്തുൽ കുർസി ഇടയ്ക്കിടയ്ക്ക് ഓതിക്കൊണ്ടിരിക്കണം. മൻ ഖറഅ ആയത്തുൽ കുർസി ദുബ്റ കുല്ലി സ്വലാത്തിൻ ലം യംനഹു മിൻ ദുഖൂലിൽ ജന്ന ഇല്ലൽ മൗത്ത്. ആയത്തുൽ കുർസി ഓരോ നമസ്കാരത്തിന് ശേഷവും പാരായണം ചെയ്യുന്നവന് സ്വർഗമല്ലാതെ പ്രതിഫലമില്ല. സ്വർഗം ലഭിക്കാനുള്ള തടസ്സം മരണം മാത്രമാണ്. ഇദാ ആവൈത ഇലാ ഫിറാശിക ഫഖറ ആയത്തുൽ കുർസി ലം യഖ്റബുക ശൈത്താനുൻ ഹത്താ തുസ്ബിഹ. നിങ്ങൾ രാത്രി കിടക്കാൻ നേരത്ത് ബെഡിലേക്ക് പോകുമ്പോൾ ആയത്തുൽ കുർസി ഓതിയാൽ നേരം പുലരുന്നത് വരെ അള്ളാഹ് പിശാചി നിങ്ങളെ സമീപിക്കുകയില്ല. ആരെങ്കിലും രാവിലെ ആയത്തുൽ കുർസി ഓതിയാൽ വൈകുന്നേരം വരെ ഫീ ദിമ്മത്തില്ല, അള്ളാഹിൻ്റെ സംരക്ഷണത്തിലാണ്. ആരെങ്കിലും വൈകുന്നേരം ആയത്തുൽ കുർസി ഓതിയാൽ രാവിലെ വരെ അള്ളാഹുവിൻ്റെ സംരക്ഷണത്തിലാണ്.
അതുകൊണ്ട് നിങ്ങൾ ആയത്തുൽ കുർസി ഇടയ്ക്കിടയ്ക്ക് ഓതണം എന്ന് റസൂൽ പഠിപ്പിച്ചു. നിങ്ങൾ രാത്രി കിടക്കാൻ നേരത്തെ ആമന റസൂൽ ഓതണമെന്ന് പഠിപ്പിച്ചു. അതുപോലെ തന്നെ രാത്രിയിൽ നിങ്ങൾ യാസീൻ സൂറത്ത് ഓതിക്കഴിഞ്ഞാൽ രാത്രിയിൽ യാസീൻ സൂറത്ത് നിങ്ങൾക്ക് വേണ്ടി ഇസ്തിഗ്ഫാറിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. മറ്റൊരു റസൂൽ പറഞ്ഞു, നിങ്ങൾ സൂറത്തുൽ മുൽക്ക് ഓതുക, അത് നിങ്ങൾക്ക് ശഫാഅത്തായി മാറും. മറ്റൊരു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞത്, നിങ്ങൾ അൽ-ബഖറയും ആലു ഇമ്രാനും ഓതിക്കൊണ്ടിരിക്കണം. അൽ-ബഖറയും ആലു ഇമ്രാനും ഓതിക്കൊണ്ടിരിക്കുന്ന വീട്ടിൽ ശൈത്താൻ ഉണ്ടാവില്ല. കാരണം അൽ-ബഖറയും ആലു ഇമ്രാനും ഓതുന്ന വീട്ടിൽ നിന്ന് ശൈത്താൻ പോകുമെന്ന് റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട്. സഹ്റാവൈൻ, ആ രണ്ട് സൂറത്തുകൾ. മറ്റൊരു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, നിങ്ങൾ സൂറത്തുൽ വാഖിയ ഓതുക, ആ സൂറത്തുൽ വാഖിയ ഓതുന്ന വീട്ടിൽ ദാരിദ്ര്യം ഉണ്ടാവില്ല. മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു സുഖമില്ലാതായി കിടന്ന നേരം ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെ കാണാൻ വേണ്ടി പോകുന്നുണ്ട്. വളരെ ദാരിദ്ര്യത്തിലാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ അവസാന കാലം. അദ്ദേഹത്തിനാണെങ്കിൽ ചെറിയ പെൺകുട്ടികളും ധാരാളമുണ്ട്. ഖലീഫ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു എന്തെങ്കിലും കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ നേരിട്ട് കൊടുക്കാൻ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ധൈര്യം പോരാ. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, താങ്കൾ അലട്ടുന്ന പ്രശ്നം എന്താണ്? നമ്മളൊക്കെ ചാടിക്കയറി എൻ്റെ പെൺമക്കൾ എന്ന് പറയുന്നതിന് പകരം അദ്ദേഹം പറഞ്ഞു, ഞാൻ അലട്ടുന്ന പ്രശ്നം പരലോകത്തിൻ്റെ ഹിസാബും പരലോകത്തിൻ്റെ കാര്യങ്ങളുമാണ്. താങ്കൾ എന്താണ് ആഗ്രഹിക്കുന്നത്? ചോദ്യം മാറ്റി ചോദിച്ചു. ഞാൻ അള്ളാഹുവിൻ്റെ റിളയും തൃപ്തിയുമാണ് ആഗ്രഹിക്കുന്നത്. എങ്ങനെ ചോദിച്ചാലും തൻ്റെ ഭൗതിക ജീവിതത്തിൻ്റെ കഷ്ടപ്പാടിലേക്ക് ഇബ്നു മസ്ഊദ് റളിയല്ലാഹുവിൻ്റെ ഉത്തരം എത്തുന്നില്ല. അവസാനം ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ താങ്കൾക്കൊരു ഹദിയ കൊണ്ടുവന്നിട്ടുണ്ട്, താങ്കൾ ഈ ഹദിയ സ്വീകരിക്കണം. താങ്കൾക്കാണെങ്കിൽ കുറേ പെൺകുട്ടികളുള്ളതല്ലേ എന്ന് പറഞ്ഞു പോയി. ഉടനെ ഗൗരവപൂർവ്വം ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഖലീഫയോട് ചോദിക്കുകയാണ്, താങ്കൾ പെൺമക്കളുടെ കാര്യം പറഞ്ഞ് എന്നെ പേടിപ്പിക്കാൻ നോക്കുകയാണോ? ഞാൻ എൻ്റെ പെൺമക്കളോട് പറഞ്ഞിട്ടുണ്ട് സൂറത്തുൽ വാഖിയ ഓതാൻ. സൂറത്തുൽ വാഖിയ ഓതുന്ന വീട്ടിൽ ദാരിദ്ര്യം ഉണ്ടാവില്ലെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, വിശുദ്ധ ഖുർആൻ ധാരാളമായി ഓതിക്കൊണ്ടിരിക്കണം. ആ ഓതുന്നത് ഓരോന്നും പുണ്യകരമാണ്, അതിലെ ഓരോ ഹർഫും പുണ്യകരമാണ്. ധാരാളമായി ഖുർആൻ ഓതുന്നത് ഈമാനിനെ വർദ്ധിപ്പിക്കും. വൈദാ തുലിയത് അലൈഹിം സാദത്തുഹും ഈമാന, അവരുടെ ഈമാൻ വർദ്ധിക്കുന്നതിന് കാരണമായി തീരും. വിശുദ്ധ ഖുർആനുമായുള്ള ബന്ധം സ്ഥാപിക്കുന്നതിന് എല്ലാ ദിവസവും വിശുദ്ധ ഖുർആനിൽ അല്പമെങ്കിലും ഓതുകയും ചെയ്യണമെന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. രണ്ടാമത്, വിശുദ്ധ ഖുർആൻ അല്പമെങ്കിലും ഹിഫ്ളാക്കാൻ നമ്മൾ ശ്രമിക്കണം. വിശുദ്ധ ഖുർആൻ ഹിഫ്ളാക്കാനുള്ള ശ്രമം നമ്മുടെ ഭാഗത്തുണ്ടാകണം. കാരണം വിശുദ്ധ ഖുർആനിനെ അല്ലാഹു തആല ഇറക്കിയത് കടലാസിലേക്കല്ല, റസൂലുള്ളാഹിയുടെ ഹൃദയത്തിലേക്കാണ്. അല്ലാഹുവിൻ്റെ റസൂൽ ആ ഖുർആനിനെ തൻ്റെ അനുചരന്മാർക്ക് നൽകിയതും കടലാസിലേക്കല്ല, അവരുടെ ഹൃദയത്തിലേക്കാണ്. ഹൃദയങ്ങളിലാണ് വിശുദ്ധ ഖുർആൻ എന്നും നിലകൊണ്ടിട്ടുള്ളത്. ഇന്നാ നഹ്നു നസ്സൽന ദിക്ർ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. ഈ ഖുർആനിനെ നാമാണ് ഇറക്കിയത്, അതിനെ നാം സംരക്ഷിക്കും. നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്ക്, ലോകത്ത് എല്ലാ കാലത്തും ഖുർആനിനെ മനഃപ്പാഠമാക്കിയ പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് മനുഷ്യരുണ്ട്. അല്ലാഹു തആല ചില ആളുകൾ അങ്ങ് സെലക്ട് ചെയ്യും, അവരെ അല്ലാഹു ഹാഫിളുകളാക്കും. മഹാന്മാരായ സലഫുകളൊക്കെയും ഹാഫിളീങ്ങളായിരുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഹാഫിളായിരുന്നു. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഹാഫിളായിരുന്നു. സഹാബാക്കളിൽ പലരും ഹാഫിളുകളായിരുന്നു. ഇമാമിങ്ങൾ എല്ലാവരും ഹാഫിളുകളായിരുന്നു. 7 വയസ്സിനുള്ളിൽ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി ഖുർആൻ ഹിഫ്ളാക്കി. ഇമാം ഹംബലി ഇമാമും മാലിക് ഇമാമും ഒക്കെ ഹാഫിളുകളായിരുന്നു. ഇസ്ലാമിൻ്റെ പ്രഗത്ഭരായ ഭരണാധികാരികൾ ഹാറൂൻ റഷീദിനെ പോലുള്ളവർ ഹാഫിളുകളായിരുന്നു. ആധുനിക ലോകത്ത്
ഷഹീദ് സയ്യിദ് ഖുത്ബ് ഹാഫിളാണ്. അതേപോലെ തന്നെ ഇസ്മായിൽ ഹനിയ ഹാഫിളാണ്. അഥവാ അല്ലാഹു തആല എല്ലാ മഹാന്മാരെയും ഹാഫിളീങ്ങളാക്കിയിട്ടുണ്ട്. ഹിഫ്ള് അവരുടെ വിജയത്തിന് വലിയ വഴികാട്ടിയാണ്. ഞാൻ പറയുന്നു, നമ്മുടെ കുട്ടികളൊക്കെ ഹാഫിളീങ്ങളാക്കുമ്പോൾ ബുദ്ധിപരമായ വികാസം അവർക്കുണ്ടാവും. ഹാഫിളാണ്, അവർക്ക് ബുദ്ധിപരമായ കഴിവ് വർദ്ധിക്കും. നമുക്കറിയുന്ന അനുഭവപ്പെടുന്ന എല്ലാവരുടെ ഉദാഹരണം അങ്ങനെയാണ്. നമ്മളെ ഖുർആൻ ധാരാളം ഹിഫ്ളുള്ള ആളുകൾ ഭൗതിക വിദ്യാഭ്യാസ രംഗത്ത് പോലും വളരെ ഉന്നതിയിലായിരിക്കും അവർ. പ്രത്യേകിച്ച് നമ്മളെ കുട്ടികൾക്കൊന്നും ഇപ്പോൾ രണ്ടിൻ്റെ ഗുണഘോഷം പോലും അറിയില്ല. പുതിയ വിദ്യാഭ്യാസ രീതി അങ്ങനെയാണ്, ഒന്നും തലച്ചോറിലില്ല. അതേസമയം ഖുർആനിനെ മനഃപ്പാടമാക്കുന്നതോടുകൂടി അവർ വളരെ വിജയത്തിലേക്ക് വരികയാണ്. അതിൻ്റെ നല്ല ഉദാഹരണമാണ് ഗസയിൽ. ആ ഗസയിലെ കുട്ടികൾ അവർ ഹാഫിലിങ്ങളാക്കുന്നു. ആ കുട്ടികൾ മരിച്ചു വീഴുന്നിടത്ത് മരിക്കാത്ത കുട്ടികൾ അവർ ഹാഫിലുകളാക്കുകയാണ്. എത്രയോ ഹാഫിലിങ്ങളായ കുട്ടികളെയാണ് ഇസ്രായേൽ കൊന്നൊടുക്കിയത്. നിങ്ങൾക്കറിയാമോ, ആക്രമണം രൂക്ഷമായ ഘട്ടത്തിൽ 2 ദിവസത്തെ വെടിനിർത്തലുണ്ടായ രാത്രിയിൽ ഗസയിൽ 600 ചില്ലാനും കുട്ടികൾക്ക് ഹിഫ്ള് നേടിയ കുട്ടികൾക്ക് സനദ് കൊടുക്കുകയായിരുന്നു. ആക്രമണം അവസാനിച്ച ഘട്ടത്തിൽ 500 ചില്ലാനും കുട്ടികൾക്ക് ഗസയിൽ ഹാഫിലിങ്ങളാക്കിയ അവർക്ക് സനദ് കൊടുക്കുന്നത് നമ്മൾ കാണാൻ സാധിക്കും. ആ കുട്ടികളുടെ ഖുർആൻ പാരായണം ലോകത്ത് വലിയ മാറ്റമാണ് ഉണ്ടാക്കിയത്. അതുകൊണ്ട് ഖുർആനിനെ അല്പം ഹിഫ്ളാക്കാൻ, ഖുർആനിനെ മനഃപ്പാടമാക്കാൻ നാം പ്രത്യേകം ശ്രദ്ധിക്കണം എന്നാണ് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. മൂന്നാമത്, വിശുദ്ധ ഖുർആനുമായി നാം വളരെയേറെ അടുത്ത ബന്ധം വെച്ച് പുലർത്താൻ നമുക്ക് കഴിയണം. സുഹബത്ത് ഉണ്ടാകണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ വിശുദ്ധ ഖുർആനിനെ പാരായണം ചെയ്യുക. ഫഇന്നഹു യഅതി യൗമൽ ഖിയാമത്തി ശഫീഅൻ ലിഅസ്ഹാബിഹി. വിശുദ്ധ ഖുർആൻ അതിൻ്റെ സാഹിബിന്, അവൻ്റെ ആ ഖുർആനിൻ്റെ കൂട്ടുകാരന് വിശുദ്ധ ഖുർആൻ പരലോകത്ത് ശുപാർശയായിരിക്കും. ഖുർആനുമായുള്ള സുഹബത്ത് വളരെ പ്രധാനപ്പെട്ടതാണ്. വളരെ പ്രധാനപ്പെട്ടാണ് ഖുർആനുമായുള്ള സുഹബത്ത്. നമ്മുടെ ഏറ്റവും അടുത്ത ആൾ ഖുർആനായിരിക്കും. അയാൾ ഖുർആനിന് വേണ്ടി നിലകൊള്ളുന്നു, ഖുർആനിന് വേണ്ടി ബന്ധപ്പെടുന്നു, ഖുർആനുമായി നിരന്തര ബന്ധം. നിങ്ങൾക്ക് അത്ഭുതകരമായ ഒരുപാട് പ്രതിഫലനങ്ങൾ ഖുർആനുമായി സുഹബത്ത് സാധിക്കുമ്പോൾ സാധ്യമായി തീരും. മഹാന്മാരുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ നമ്മൾ ഞെട്ടിത്തെരിച്ചു പോകും. അവർക്കൊക്കെ ആ ഖുർആനുമായുള്ള സുഹബത്ത് അവരുടെ ജീവിതത്തിൽ വരുത്തിയ സ്വാധീനം അത്ഭുതകരമാണ്. ഒരു മഹാനൊരിക്കൽ പറയുണ്ടായി, ഞാൻ ഖുർആനുമായി സുഹബത്തിൽ ഏർപ്പെട്ടതിന് ശേഷം 30 വർഷത്തിനിടയ്ക്ക് എനിക്കൊരു അസുഖവും വന്നിട്ടില്ല. കാരണം ഖുർആനെ തൻ്റെ ആത്മമിത്രമാക്കി മാറ്റുന്നതോടുകൂടി അയാൾ ആരോഗ്യവാനായി തീരുകയാണ്. അത്ഭുതകരമായ മാനസികാവസ്ഥയിലേക്ക് അയാൾ മാറുകയാണ്. അതുപോലെ തന്നെ പ്രഗത്ഭനായ ഒരു ഇസ്ലാമിക പണ്ഡിതൻ, സൗദി അറേബ്യയിലെ വളരെ പ്രഗത്ഭനായ ഇസ്ലാമിക പണ്ഡിതൻ ഷെയ്ഖ് മുഹമ്മദ് മൻസൂർ 1420 അദ്ദേഹം മരണപ്പെട്ടത്. അദ്ദേഹം 8 വയസ്സിൽ അന്ധനായിത്തീർന്നു. ആ പ്രായപൂർത്തി എത്തുന്നതിന് മുമ്പ് അദ്ദേഹം അന്ധനായിരിക്കെ തന്നെ ഖുർആൻ മുഴുവൻ മനഃപ്പാടമാക്കി. പിന്നീട് അദ്ദേഹം ഖുർആനെ ഏറെ സേവിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അത് വലിയ പണ്ഡിതനായി മാറി. സൗദി അറേബ്യയിലെ വലിയ യൂണിവേഴ്സിറ്റികളിലൊക്കെ അദ്ദേഹം വലിയ പ്രൊഫസറും വലിയ അധ്യാപകനുമായി മാറി. അദ്ദേഹത്തിൻ്റെ ഖുർആനുമായുള്ള ബന്ധത്തിൻ്റെ നല്ലൊരു ഉദാഹരണം, അദ്ദേഹം മരിച്ച ദിവസം ആശുപത്രിയിൽ സുഖമില്ലാതെ കിടക്കുകയാണ്. മരിച്ച ദിവസം തൻ്റെ ബന്ധുക്കളോട് തന്നെ എഴുന്നേൽപ്പിച്ചിരുത്താൻ വേണ്ടി പറഞ്ഞു. അദ്ദേഹത്തെ ആശുപത്രി കിടക്കയിൽ ഇങ്ങനെ എഴുന്നേൽപ്പിച്ചിരുത്തി. അദ്ദേഹം വിശുദ്ധ ഖുർആനിൽ നിന്നിങ്ങനെ ഓതാൻ തുടങ്ങി. ഫാത്തിഹ മുതൽ ഇങ്ങനെ ഓതി സുബഹിക്ക് തുടങ്ങിയ ഓത്ത് മഗ്രിബാകുമ്പോഴേക്കും പൂർണ്ണമായി സൂറത്തു നാസ് വരെ ഓതി തീർത്തു. അദ്ദേഹം മനഃപ്പാടമുള്ള ഖുർആൻ മുഴുവൻ അങ്ങനെ സൂറത്തു നാസ് ഓതി തീർത്തു. ആ ഓതി തീർന്ന് സൂറത്തു നാസ് ഇങ്ങനെ ഓതി തീരലും അതേ ഇരിപ്പിലിരുന്നു കൊണ്ട് അദ്ദേഹം അള്ളാഹുവിലേക്ക് യാത്ര തിരിക്കുകയുമാണ്. ഖുർആൻ മുഴുവൻ ഓതി തീർന്ന് അവസാനം എത്തുന്നതോടുകൂടി അദ്ദേഹം ആ ഇരുന്ന ഇരിപ്പിൽ അങ്ങ് മരണം വരിക്കുകയാണ് ചെയ്യുന്നത്. ഈജിപ്തിലെ പ്രഗത്ഭനായ ഒരു ഇസ്ലാമിക പണ്ഡിതൻ ഇബ്രാഹിം ഇസ്സത്ത് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ചരിത്രം എടുത്ത് വായിക്കാനിടയായി. ഇബ്രാഹിം ഇസ്സത്ത് 43-ാമത്തെ വയസ്സിലാണ് മരിക്കുന്നത്. 43-ാമത്തെ വയസ്സിൽ പ്രഗത്ഭനായ പണ്ഡിതനാണ് ഇബ്രാഹിം ഇസ്സത്ത്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത, അദ്ദേഹം ഒരു പള്ളിയിൽ മാത്രം 20 വർഷം തുടർച്ചയായി ഖുതുബ നിർവഹിച്ചു.
20 വർഷം ഒരു പള്ളിയിൽ ഖുതുബ നിർവഹിച്ചു. ഈജിപ്തിലെ പ്രസിദ്ധമായ അനസ് ബിൻ മാലിക് മസ്ജിദിലാണ് അദ്ദേഹം ഖുതുബ നിർവഹിച്ചിരുന്നത്. അദ്ദേഹം ഈ 1980 മരിക്കുന്നത്. ഈ 43-ാമത്തെ വയസ്സിൽ അദ്ദേഹം മരിക്കുമ്പോഴുള്ള പ്രത്യേകത, അദ്ദേഹത്തിൻ്റെ ഖുതുബയുടെ പ്രത്യേകത, അദ്ദേഹം സൂറത്തുൽ ഫാത്തിഹ മുതൽ ഖുർആൻ ആയത്തുകളെ ബേസ് ചെയ്തുകൊണ്ടാണ് ഖുതുബ നിർവഹിച്ചിരുന്നത്. ഖുർആൻ ക്ലാസ് പോലെ സൂറത്തുൽ ഫാത്തിഹ തുടങ്ങി, ബഖറ തുടങ്ങി, അൽ ഇംറാൻ തുടങ്ങി ഇങ്ങനെ വന്ന് സൂറത്തുന്നാസ് എത്തി. 20 വർഷം കഴിഞ്ഞപ്പോൾ സൂറത്തുന്നാസിലെത്തുകയാണ്. സൂറത്തുന്നാസ് ഖുതുബ നടത്തി 43 വയസ്സുള്ള അദ്ദേഹം ആ ഖുതുബ നടത്തിയ അന്നേ ദിവസം അള്ളാഹുവിലേക്ക് യാത്ര തിരിച്ചു. വിശുദ്ധ ഖുർആന്റെ ഒരു സുഹബത്ത് അതാണ്. ഖുർആനുമായുള്ള ഒരു സ്നേഹബന്ധം വരുമ്പോൾ അതിൻ്റെ പ്രതിഫലനങ്ങൾ വലുതാണ്. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, നാളെ ഈ ഖുർആനിൻ്റെ സാഹിബ് ഖബറിൽ നിന്ന് എഴുന്നേറ്റ് വരുമ്പോൾ അദ്ദേഹത്തെ സ്വീകരിക്കാൻ മനുഷ്യരൂപം പൂട്ട ഖുർആൻ രംഗത്ത് വരും. ഖുർആൻ ചോദിക്കും, എന്നെ അറിയുമോ? താങ്കൾ എനിക്കറിയില്ല. ഈ എഴുന്നേറ്റ് വരുന്ന മനുഷ്യൻ പറയും, ഖുർആൻ അയാളെ ചേർത്ത് പിടിച്ച് പറയും, ഞാനാണ് വിശുദ്ധ ഖുർആൻ, ഞാനാണ് വിശുദ്ധ ഖുർആൻ. ആ മനുഷ്യൻ അള്ളാഹുവിന് മുമ്പിലേക്ക് ഖുർആൻ കൊണ്ടുപോയിട്ട് അള്ളാഹുവിനോട് ആ ഖുർആൻ തർക്കിക്കും, വാദിക്കും, അയാൾക്ക് വേണ്ടി ശഫാഅത്തിന് വേണ്ടി അവകാശപ്പെടും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനു വേണ്ടി പഠിപ്പിച്ചതായിട്ട് കാണാൻ സാധിക്കും. നമ്മളിത് പഠിക്കേണ്ട കാര്യമാണ്. എന്ന് പറഞ്ഞാൽ ഈ ഖുർആനുമായുള്ളൊരു സുഹബത്ത് നമുക്കുണ്ടായിത്തീരണമെന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. നമുക്ക് സാധിക്കണം. ഖുർആനിനെ പഠിക്കാൻ നമുക്ക് കഴിയണം. അവിടെയാണ് വിഷയത്തിൻ്റെ മർമ്മം വരുന്നത്. ഖുർആനുമായി സംവദിക്കണമെങ്കിൽ എന്താണ് ഖുർആൻ എന്നോട് പറയുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കണം. ഏറ്റവും സങ്കടകരമായ കാര്യം, ഈ ഖുർആനിനകത്തുള്ള കാര്യങ്ങൾ ഈ സമുദായത്തിന് അറിയില്ല എന്നതാണ്. അത് വളരെ സങ്കടകരമായൊരു കാര്യമാണ്. യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആൻ നമുക്ക് നൽകിയത് അള്ളാഹുവിൻ്റെ ദീനനുസരിച്ച് ജീവിക്കാൻ വേണ്ടിയുള്ളൊരു ജീവിത പദ്ധതിയായിട്ടാണ്, മാർഗദർശനമായിട്ടാണ്. ഹുദൽ ലിന്നാസ്, അത് മനുഷ്യ സമൂഹത്തിന് മാർഗദർശകമാണ്. മനുഷ്യരെ ഇരുട്ടുകളിൽ നിന്ന് മോചിപ്പിച്ച് വെളിച്ചത്തിലേക്ക് നയിക്കുന്ന ഗ്രന്ഥമാണ് ഖുർആൻ. ഇന്ന ഹാദൽ ഖുർആന യഹ്ദീ ലില്ലത്തി ഹിയ അഖ്വം, ഈ വിശുദ്ധ ഖുർആൻ നിങ്ങൾക്ക് ചൊവ്വായ നേരായ ഒരു വഴി കാണിച്ചു തരും. ഖുർആൻ എന്തിനുള്ളതാ? അള്ളാഹിന്റെ ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യന് അള്ളാഹുവിൻ്റെ താല്പര്യത്തിനനുസരിച്ച് എങ്ങനെ ജീവിക്കണമെന്ന് അവരോട് പഠിപ്പിക്കുന്ന അള്ളാഹുവിൻ്റെ വ്യവസ്ഥയാണ് വിശുദ്ധ ഖുർആൻ. ആ ഖുർആനിനെ എന്താ പറഞ്ഞത് എന്നറിയാന്നുള്ളത് വളരെ പ്രധാനമാണ്. നേരത്തെ ഞാൻ പറഞ്ഞ ഖുർആൻ പാരായണമൊക്കെ ഇത് അറിഞ്ഞുകൊണ്ട് പാരായണം ചെയ്യുമ്പോഴാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. ഒരുപക്ഷെ അർത്ഥമറിയാതെ ഓതിയാലും കൂലി കിട്ടുമായിരിക്കും. പക്ഷേ ഞാൻ എപ്പോഴും പറയാറുള്ളൊരു വാചകം വീണ്ടും ഞാൻ പറയുന്നു, മുസ്ലിം സമുദായത്തിന് കൂലി കിട്ടിക്കോട്ടെ എന്ന് കരുതി ഓതാൻ തന്ന കിതാബല്ല ഖുർആൻ. മുസ്ലിം സമുദായത്തിനല്ല, മനുഷ്യ സമുദായത്തിന് ജീവിക്കാൻ വേണ്ടി തന്ന കിതാബാണ് ഖുർആൻ. ഓതിയാ കൂലി കിട്ടുമായിരിക്കും, പക്ഷെ കൂലിക്ക് വേണ്ടി തന്നതല്ല, ജീവിക്കാൻ വേണ്ടി തന്ന കിതാബാണ് വിശുദ്ധ ഖുർആൻ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് വിശുദ്ധ ഖുർആനിനെ ഭൂമിയിൽ ഒരായുസ് ജീവിച്ചിട്ട് അതിനകത്ത് എന്താണ് പറയുന്നത് എന്നറിയാതെ ജീവിച്ചു പോകാൻ പാടില്ല, മരിച്ചു പോകാൻ പാടില്ല. നമ്മൾ വിശുദ്ധ ഖുർആനിനെ പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. വളരെ 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 എളുപ്പമാണ് ഖുർആൻ. വളരെ കുറച്ച് പദങ്ങളെ ഖുർആനിലുള്ളൂ. നിങ്ങൾ സൂറത്തുൽ ഫാത്തിഹയിലെയും അതുപോലെ 2-3 ചെറിയ സൂറത്തിലെയും അറബി പദങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ ഖുർആൻ്റെ പകുതി പദങ്ങൾ പഠിച്ചു. മുഅ്മിന് നിങ്ങൾക്കറിയാം അർത്ഥം, കാഫിർ അർത്ഥം അറിയും, യുഅ്മിനൂന യക്ഫുറൂന അതൊക്കെ അറിയും, ജഹന്നമ് നാറ് റബ്ബ്, ഇങ്ങനെ 4-5 കുറച്ച് പദങ്ങൾ പഠിച്ചാൽ തന്നെ ഖുർആൻ്റെ പകുതി പദങ്ങൾ കിട്ടി. ബാക്കി പദങ്ങളെ മാത്രമേ കുറച്ചേ പഠിക്കാനുള്ളൂ. കാരണം ഇത് ഉസ്താദുമാർക്കും വലിയ പണ്ഡിതന്മാർക്കും വേണ്ടി ഇറക്കിയ കിതാബല്ല, മനുഷ്യർക്കും ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടി തന്ന കിതാബാണ്. നമ്മളെ ഏറ്റവും കൂടുതൽ അവഗണിച്ചത് ഈ അർത്ഥത്തിൽ ഖുർആനിനെയാണ്. നമ്മളെപ്പോഴും ഖുർആനിനെ പണ്ടത്തെ പോലല്ലല്ലോ, നമ്മൾ വിദ്യാഭ്യാസ രംഗത്ത് കുതിച്ചു ചാട്ടം നടത്തിയ ആൾക്കാരല്ലേ. ഈ സദസ്സിലിരിക്കുന്നവരിലേറെയും എല്ലാവരും 10ാം ക്ലാസ് കഴിഞ്ഞവരായിരിക്കും. ഇതിൽ ഭൂരിപക്ഷം പേരും ഡിഗ്രി കഴിഞ്ഞവരായിരിക്കും. എത്ര പുസ്തകം നമ്മൾ പഠിച്ചു. പക്ഷെ അള്ളാഹുവിൻ്റെ കിതാബിനകത്ത് എന്താ പറഞ്ഞത് എന്ന് അറിയേണ്ടത് തൻ്റെ ബാധ്യതയാണെന്ന് ചിന്തിക്കാതെ ജീവിക്കുന്ന മനുഷ്യൻ വലിയ കുറ്റവാളിയാണ്. അതുകൊണ്ട് നമ്മൾ ഖുർആനിൻ്റെ ആശയം ഗ്രഹിക്കാൻ വേണ്ടി ശ്രമിക്കണം. ഖുർആനുമായിട്ട് ഇങ്ങനെ സംവദിച്ചു പോകണം. നമുക്കറിയാം, വിശുദ്ധ ഖുർആൻ ഇറങ്ങുന്നത് ഒന്നിച്ചൊരു കിതാബായിട്ടല്ല.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിക്ക് 23 വർഷം കൊണ്ട് വിവിധ ഘട്ടങ്ങളിൽ വിവിധ പ്രശ്നങ്ങളെ നിർദ്ധാരണം ചെയ്ത് വിവിധ വിഷയങ്ങൾ അധികരിച്ചുകൊണ്ട് 23 വർഷം കൊണ്ടാണ് വിശുദ്ധ ഖുർആൻ അവതീർണമാകുന്നത്. അങ്ങനെ ഒരു ഗ്രന്ഥ ലോകത്തില്ല. 23 വർഷം കൊണ്ടാണ് ഇറങ്ങുന്നത്. ഈ 23 വർഷത്തിനിടയ്ക്ക് ഓരോ വിഷയത്തിൻ്റെയും പ്രശ്നപരിഹാരം നിർദ്ദേശിച്ചുകൊണ്ടും നിർദ്ദേശങ്ങളും കൽപ്പനകളും ശാസനകളും നൽകിക്കൊണ്ടുമാണ് വിശുദ്ധ ഖുർആൻ ഇറങ്ങുന്നത്. അത് ഒരു സമൂഹത്തെ മാറ്റിമറിച്ചുകൊണ്ടാണ് വന്നത്. ആ അർത്ഥത്തിൽ നമ്മൾ വിശുദ്ധ ഖുർആനിനെ കേവലം അർത്ഥമറിയാതെ ഓതാൻ കുറേ തസ്ബീഹും തഹ്മീദും തഹ്ലീലും മാത്രമല്ലല്ലോ ഖുർആനകത്തുള്ളത്. അതിനേക്കാൾ ഉപരി വ്യക്തമായ നിർദ്ദേശങ്ങളാണ്, വ്യക്തമായ കൽപ്പനകളാണ്, വ്യക്തമായ ശാസനകളാണ്, സന്തോഷ വാർത്ത അറിയിക്കലാണ്, ചെയ്യാൻ വേണ്ട കൽപ്പനകൾ പുറപ്പെടുവിക്കലാണ്. ഇത്തരമൊരു ഗ്രന്ഥത്തെ കേവലം അർത്ഥമറിയാതെ പാരായണം ചെയ്യുന്ന ഒരു ഘടനയിലേക്ക് മാറിപ്പോകാൻ പാടില്ല. പകരം നമ്മൾ ഖുർആനിനെ പഠിക്കണം എന്നാണ് എനിക്ക് ഓർമ്മപ്പെടുത്താറുള്ളത്. അതിൻ്റെ ആശയം ഗ്രഹിക്കണം. ഓരോ വിഷയത്തെക്കുറിച്ച് ഖുർആൻ എന്ത് പറഞ്ഞു എന്ന് നമ്മൾ ശരിക്കും പഠിക്കണം. അത് പഠിക്കാത്തതാണ് ഈ സമുദായത്തിന് പറ്റിയ അബദ്ധം മുഴുവൻ. വിശുദ്ധ ഖുർആനിനെ പഠിച്ചിരുന്നുവെങ്കിൽ ഈ സമുദായം ഇങ്ങനെ അബദ്ധത്തിൽ പോന്ന് ചാടുമായിരുന്നില്ല. ഇത്രയേറെ നിരീശ്വരവാദികളും നിർമ്മതവാദികളും ഈ സമുദായത്തിനകത്തുണ്ടാകുമായിരുന്നില്ല. ഇത്രയേറെ നമസ്കരിക്കാത്തവരും ഇത്രയേറെ ദീനില്ലാത്തവരും ഈ സമുദായത്തിനകത്തുണ്ടാകുമായിരുന്നില്ല. കാരണം വിശുദ്ധ ഖുർആനിനെ ശരിക്കും അവർ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ ഈ സമുദായം എത്രയോ ദീനീയ രംഗത്ത് മാറ്റങ്ങൾ വരുത്തിയേനെ. പലപ്പോഴും നമ്മളെ ആളുകൾക്ക് അറിയില്ല ശിർക്ക് ചെയ്യുന്നതന്നെ. ഈ ശിർക്ക് ഏറ്റവും വലിയ പാപമാണെന്നാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. എന്താ ശിർക്ക് എന്ന് നമ്മുടെ ആളുകൾക്ക് അറിയില്ല. ഞാനൊരിക്കൽ എൻ്റെ ഖുർആൻ ക്ലാസ്സിൽ വല്ലദീന ലാ യദ്ഊന മഅല്ലാഹി ഇലാഹൻ ആഖറ, അള്ളാഹുവിനെ കൂടാതെ മറ്റ് ഇലാഹുകളെ വിളിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കരുത്. ഈ ആയത്ത് ഖുർആനിൽ പല സ്ഥലത്തുണ്ട്. ഈ ആയത്ത് വന്നപ്പോഴേക്കും ഒരാൾ എഴുന്നേറ്റ് എന്നിട്ട് ചോദിച്ചു, ഇത്ര വ്യക്തമായിട്ട് ഖുർആനിൽ അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കരുത് എന്ന് പറയുന്നുണ്ടോ? ഞാനിത് ആദ്യം മനസ്സിലാക്കുകയാണ്. ഞാൻ കരുതിയത് അത് അഭിപ്രായ വ്യത്യാസമുള്ള കാര്യമാണെന്നാണ്. ചില ആളുകൾ മാത്രം അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കരുത് എന്ന് പറയുന്ന ഒരു അഭിപ്രായ വ്യത്യാസമാണെന്ന്. ഇത് വളരെ കൃത്യമായ ഭാഷയിൽ ഖുർആനകത്തുണ്ട്. കാരണം നമ്മുടെ പൗരോഹിത്യം ഖുർആനിനെ പഠിപ്പിക്കാത്തത് കൊണ്ട് ഈ ശിർക്കിൽ ഈ സമുദായം പെട്ടുകിടക്കുകയാണ്. അല്ലാത്ത ആളുകളൊക്കെ വിളിച്ച് ദുആ ചെയ്യാണ്, അല്ലാത്തവരെ വിളിച്ച് ദുആ ചെയ്യാണ്. വിശുദ്ധ ഖുർആനിനകത്ത് പൗരോഹിത്യത്തിനെതിരായ വർത്തമാനമുണ്ട്. ഇന്ന കസീറൻ മിനൽ അഹ്ബാരി വർ-റുഹ്ബാനി ലയഅ്കുലൂന അംവാലൻ നാസി ബിൽ ബാത്തിലി വയസുദ്ദൂന അൻ സബീലില്ലാഹ്. പുരോഹിതന്മാരിലും പാതിരിമാരിലും പെട്ട ഒട്ടേറെ ആളുകൾ അന്യായമായി ജനങ്ങളുടെ പണം പിടുങ്ങുകയും അവരെ ദൈവിക സരണിയിൽ നിന്ന് തെറ്റിക്കുകയും ചെയ്യുന്നു എന്ന് ഖുർആൻ പറയുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ ആ പൗരോഹിത്യത്തിനെ ആരും ഇതറിയുന്നില്ല. നമ്മുടെ സമുദായത്തിൽ പുതിയ പൗരോഹിത്യം രൂപപ്പെട്ടു വരികയാണ്. ഒരു പ്രത്യേക വസ്ത്രവിധാനം ഏതുപോലെ നസാറാക്കളും യഹൂദന്മാരിലും ഉണ്ടായിരുന്നത് പോലെ പൗരോഹിത്യം രൂപപ്പെട്ടു വരികയാണ്. അതുകൊണ്ട് മാത്രമല്ല, നന്മതിന്മകൾ കൽപ്പിക്കാനുള്ള അധികാരം പുരോഹിതൻ എന്ത് പറഞ്ഞോ അതങ്ങ് സ്വീകരിക്കുകയാണ്. അവർക്ക് പ്രത്യേക വസ്ത്രവിധാനം രൂപപ്പെട്ടു വരികയാണ്. വിശുദ്ധ ഖുർആൻ പഠിച്ചിരുന്നുവെങ്കിൽ ഈ സമൂഹം ഈ രൂപത്തിൽ ആയിത്തീരുകയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ സമുദായത്തിൽ ഖുർആൻ്റെ ആശയം അറിയാത്തതിൻ്റെ അബദ്ധങ്ങൾ ആലോചിച്ച് നോക്കിയാൽ ഞാൻ ഒരൊറ്റ ഉദാഹരണം പറയാം. നമ്മുടെ സമുദായത്തിലെ ഒരു പയ്യനെ വിളിച്ചിട്ട് ഒരു സാധാരണ ആളെ വിളിച്ചിട്ട് നിങ്ങൾ ചോദിച്ചു നോക്കി, ആരാ മൂസാ നബി ആരാ? അപ്പം ഇവൻ പറയും, കുറച്ച് ദീനി ബോധമുള്ള ആളാണ്. ഈ പറയും മൂസാ നബി എന്ന് പറഞ്ഞാൽ വടിയിട്ടാ പാമ്പാക്കുന്ന നബിയാണ്. വടിയിട്ടാ പാമ്പാക്കും, വടി ഇങ്ങനെ ഇട്ടാൽ പാമ്പാക്കുന്ന ഒരു നബിയാണ്. പിന്നെ ഫിറൗൻ്റെ, ഇനി കുറച്ച് പേരുള്ള ആളാണെങ്കിൽ പറയും ഫിറൗൻ്റെ കാലത്ത് വന്ന നബിയാണ്. ഇതിനപ്പുറം മൂസാ നബിനെ കുറിച്ച് ഈ കൗമിലെ സാധാരണക്കാരൻ എന്തറിയും? ഒന്നും അറിയില്ല. അതേസമയം വിശുദ്ധ ഖുർആനിൽ ഏറെ പറഞ്ഞ പ്രവാചകൻ മൂസാ നബി അലൈഹിസ്സലാമാണ്. മൂസാ നബി അലൈഹിസ്സലാമിനെ നിയോഗിച്ചുകൊണ്ട് അല്ലാഹു തആല പറഞ്ഞത് വനുരീദു അൻ നമുന്ന അലല്ലദീന ഇസ്തുദ്ഇഫു ഫിൽ അർദ് വനജ്അലഹും അഇമ്മത്തൻ വനജ്അലഹുൽ വാരിസീൻ. ഭൂമിയിൽ അടിച്ചമർത്തപ്പെട്ട ആളുകളെ ലോകത്തിൻ്റെ നേതാക്കളും വിധേതാക്കളും നായകന്മാരുമാക്കി മാറ്റാൻ അല്ലാഹു ഉദ്ദേശിക്കുന്നു. അതിനാണ് മൂസാ നബിയെ കൊണ്ടുവന്നത്. എന്നിട്ട് മൂസാ നബിക്ക് വഹ്യ് കിട്ടി. ഖുർആൻ പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. മൂസാ നബിക്ക് വഹ്യ് കൊടുത്തു, മൂസാ നബി നബിയായി പ്രഖ്യാപിച്ചു. എന്നിട്ട് അല്ലാഹു തആല ആദ്യം പോകാൻ പറയുന്നത് ഇദ്ഹബാ ഇലാ ഫിർഔൻ ഇന്നഹു തഗാ.
നിങ്ങൾ രണ്ടുപേരും മൂസയും ഹാറൂനും പോകേണ്ടത് ഫിർഔന്റെ അടുത്തേക്കാണ്. ആ ഫിർഔൻ മഹാധിക്കാരിയാണ്. ആദ്യം ചെയ്യേണ്ടത് മദ്രസ ഉണ്ടാക്കുക, പള്ളി ഉണ്ടാക്കുക ഒന്നല്ല. ആദ്യം ഫിർഔന്റെ അടുത്തേക്ക് പോയി, ഏറ്റവും വലിയ ധിക്കാരിയുടെ അടുത്തേക്ക്. എന്നിട്ടോ നിങ്ങൾ രണ്ടുപേരും അവിടെ ചെന്നിട്ട് നിങ്ങൾ ഇങ്ങനെ പറയണം, പോണമെന്നും പോയിട്ട് എന്ത് പറയണമെന്നും ആ പറയേണ്ട വാചകം എന്താണെന്നും അല്ലാഹു തആല പഠിപ്പിക്കുകയാണ്. എന്നിട്ട് നിങ്ങൾ രണ്ടുപേരും പറയണം, ഇന്നാ റസൂലാ റബ്ബിക് ഫഅർസിൽ മാനാ ബനി ഇസ്രായീൽ. പരിചയപ്പെടുത്തുന്നതും കൂടി അല്ലാഹു പറഞ്ഞു കൊടുക്കുകയാണ്. ഇന്നാ റസൂലാ റബ്ബിക്, ഞങ്ങൾ നിന്റെ റബ്ബിന്റെ പ്രവാചകന്മാരാണ്. ഫഅർസിൽ മാനാ ബനി ഇസ്രായീൽ, ബനു ഇസ്രായേലുകളെ നീ ഞങ്ങളോടൊപ്പം അയച്ചു തരണം. വലാ തുഅദ്ദിബുഹും, ഇനി അവരെ പീഡിപ്പിക്കാൻ പറ്റൂല. ശരിക്കും ബനു ഇസ്രായേൽ മക്കളുടെ വിമോചനമായിരുന്നു മൂസാ നബി അലൈഹി സ്വലാമിന്റെ മുഖ്യ ദൗത്യം. ഇതറിയാത്തതുകൊണ്ട് ആളുകൾ ഇസ്ലാമിനെ കരുതിയത് മതാചാരം, നിസ്കാരം, നോമ്പ്, ആരാധന പരിപാടി മാത്രം. ഏതെങ്കിലും മതത്തിന്റെ വക്താക്കൾ സമൂഹത്തിലെ തിന്മകൾക്കെതിരെ, അടിച്ചമർത്തലുകൾക്കെതിരെ അല്ലെങ്കിൽ ചൂഷണങ്ങൾക്കെതിരെ ശബ്ദിക്കുമ്പോൾ ഇതെന്തിനാ ഇവർ ഈ പണിയിൽ ഇടപെടുന്നതെന്നാണ് ചോദിക്കുന്നത്. ഇതെന്തിനാ ഇവരിടപെടുന്നത്? നിസ്കാരവും നോമ്പും സക്കാത്തും ആരാധനയായിട്ട് കഴിച്ചു കൂട്ടിയാൽ പോരെ? എന്തിനിവർ ഈ രാജ്യത്തിൻ്റെ ഈ പ്രശ്നങ്ങളിൽ ഇടപെടുന്നു? ഇവരെന്തിന് പ്ലാച്ചമടയിൽ പോണ്, ഇവരെന്തിന് മറ്റോടത്ത് പോണ്, ഇവരെന്തിന് മറ്റേ സമരത്തിന് പോണ്? ഇതൊക്കെ മതത്തിൻ്റെ പേരിൽ ഇവർ ചെയ്തു കൂട്ടുന്നത് എന്തിനാണെന്ന് ചോദിക്കുന്നു. ചോദിക്കാനുള്ള കാരണം എന്താ? ഖുർആനിനെ അറിയില്ല. ഖുർആനിനെ മൂസാ നബിയെ പരിചയപ്പെടുത്തിയത് അറിയില്ല. മൂസാ നബി മാത്രമാണോ? ഇബ്രാഹിം നബി അലൈഹി സ്വലാം നമ്രൂദിനോടല്ലേ പോരാടിയത്? എല്ലാ അമ്പിയാക്കന്മാരും അവരിലെ മലകളോടല്ലേ പോരാടിയത്? എന്തിനേറെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയെ കുറിച്ച് എന്താ അറിയാം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയെ കുറിച്ച് ചോദിച്ചാൽ പറയും, നല്ലൊരു താടിയൊക്കെ ഉള്ള, പിന്നെ മുണ്ട് ചെറിയാണ്ട മുകളിൽ ഇങ്ങനെ കയറ്റി കൊടുത്ത ഉയർന്ന താടിയുള്ള, പിന്നെ അങ്ങനത്തെ ഒരു വ്യക്തി എന്നല്ലാതെ വലത്തോട്ട് തുപ്പുന്ന, വലത്തെ ചെരുപ്പ് ആദ്യം ധരിക്കുന്ന, അങ്ങനെയുള്ള അതാണുള്ള സുന്നത്തൊക്കെ. ഇതുമങ്ങനെ ഒക്കെ സുന്നത്താണ്. പക്ഷേ അതിമലാണ് നമ്മുടെ സമുദായത്തിൻ്റെ റസൂല്. പക്ഷേ വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തി തരുന്ന റസൂൽ ആരാ? നമ്മൾ പഠിക്കണം. വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തി തരുന്ന റസൂൽ ആരാ? അല്ലദീന യത്തബിഊന റസൂലൻ നബിയ്യൽ ഉമ്മിയ്യല്ലദീ യജിദൂനഹു മക്തൂബൻ ഇൻദഹും ഫിത്തൗറാത്തി വൽ ഇൻജീൽ യഅ്മുറുഹും ബിൽ മഅ്റൂഫ് വയൻഹാഹും അനിൽ മുൻകർ വയുഹില്ലു ലഹുമുത് ത്വയ്യിബാത് വയുഹല്ലിമു അലൈഹിമുൽ ഖബായിസ് വയദഉ അൻഹും മിസ്റഹും വൽ അവലാൽ ലത്തി കാനത് അലൈഹിം. നമ്മുടെ ആളുകൾക്ക് അറിയില്ലല്ലോ ഖുർആൻ. എന്താ ഖുർആനിൽ റസൂലിനെ പരിചയപ്പെടുത്തുന്നത്? തൗറാത്തിലും ഇൻജീലിലും രേഖപ്പെടുത്തപ്പെട്ട റസൂൽ. തൗറാത്തിൽ ഈ റസൂലുള്ളാഹിനെ കുറിച്ച് പറയുന്നുണ്ട്, ഇൻജീലിൽ അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ച് പറയുന്നുണ്ട്. യഹൂദന്മാർ മദീനയിലേക്ക് കുടിയേറിയത് തന്നെ വരാൻ പോണ റസൂൽ ഞങ്ങളെ കുടുംബത്തിൽ നിന്ന് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാ. കാരണം തൗറാത്തിൽ റസൂലിനെ കുറിച്ച് ഒരുപാട് പരാമർശങ്ങളുണ്ട്. അതുകൊണ്ട് പലസ്തീനിൽ നിന്ന് യഹൂദന്മാർ മദീനയിലേക്ക് കുടിയേറി. കാരണം ഹിജാസിന്റെ ഭാഗത്തു നിന്നാണ് ആ റസൂല് വരിക. ഞങ്ങളുടെ കുടുംബത്തിൽ നിന്നല്ലേ, എന്നാൽ നമ്മളെ കുടുംബത്തിൽ നിന്ന് ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് മദീനയിലേക്ക് ചേക്കേറിയവരാണ് മദീനയിലെ യഹൂദന്മാർ. അവരെപ്പോഴും പറഞ്ഞിരുന്നു, മദീനക്കാരായ ഔസ് ഹസ്റജ് ഗോത്രക്കാരെ പേടിപ്പെടുത്തിയിരുന്നു, ഞങ്ങളെ നബി വരാണ്ട് കളിക്കണ്ട, ഞങ്ങളെ നബി വന്നാൽ ഞങ്ങളെ പണി ഞങ്ങൾ തീർക്കും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിരുന്നവരാ. പക്ഷേ അള്ളാഹുവിന്റെ റസൂൽ അവരെ കുടുംബത്തിൽ നിന്നല്ല എന്ന് പറഞ്ഞപ്പോൾ തള്ളിക്കളഞ്ഞത് വേറെ കാര്യം. അങ്ങനെ തൗറാത്തിലും ഇൻജീലിലും രേഖപ്പെടുത്തപ്പെട്ട നിരക്ഷരനായ പ്രവാചകൻ. എന്താ പ്രവാചകന്റെ പണി? യഅ്മുറുഹും ബിൽ മഅ്റൂഫി വയൻഹാഹും അനിൽ മുൻകർ. സമൂഹത്തിലെ നന്മ കൽപ്പിക്കുന്നു, തിന്മ വിരോധിക്കുന്നു റസൂൽ. വയുഹില്ലു ലഹുമുത് ത്വയ്യിബാത് വയുഹല്ലിമു അലൈഹിമുൽ ഖബായിസ്. നല്ല കാര്യങ്ങൾ അനുവദിക്കുന്നു, മ്ലേച്ഛ കാര്യങ്ങൾ വിലക്കുന്നു റസൂൽ. തീർന്നില്ല. വയദഉ അൻഹും മിസ്റഹും വൽ അഗ്ലാൽ ലത്തി കാനത് അലൈഹിം. ജനങ്ങളെ മതിച്ചുകൊണ്ടിരിക്കുന്ന ഭാരങ്ങൾ ഇറക്കി വെക്കുകയും ജനങ്ങളെ വരിഞ്ഞു മുറുക്കിയ ചങ്ങലക്കെട്ട് പൊട്ടിക്കുകയും ചെയ്യുന്ന റസൂൽ, വിമോചകനായ റസൂൽ. ഈ റസൂലിനെ കുറിച്ച് അറിയില്ല, കാരണം ഖുർആൻ പഠിച്ചിട്ടില്ല. നമ്മുടെ കുട്ടികൾക്ക് പോലും അറിയില്ല. ഈ വിഷയങ്ങൾ അറിയാത്തത് കൊണ്ട്, ഖുർആനിനെ അറിയാത്തത് കൊണ്ട് എന്തെല്ലാം അബദ്ധങ്ങൾ നമ്മുടെ സമൂഹത്തിൽ വരുന്നു, എന്തെല്ലാം അബദ്ധങ്ങൾ. കാരണം ഖുർആനിന് ശരിക്കും അനന്തരാവകാശ സ്വത്ത് ആർക്കാ അറിയില്ല. അനന്തരാവകാശ സ്വത്തിൻ്റെ യുക്തിപരമായ വസ്തുത എന്താണ് തിരിച്ചറിയില്ല. ഒരാൾക്കൊരു മോള് മാത്രമേ ഉണ്ടാകുമ്പോഴേക്കും എൻ്റെ മോൾക്ക് പകുതിയല്ലേ സ്വത്തുള്ളൂ എന്ന് പറഞ്ഞ് അള്ളാഹും ഖുർആനും ചവിക്കുന്ന ആൾക്കാരെ എനിക്കറിയാം. ആ സ്വത്തിൻ്റെ മോൾക്ക് മാത്രം എന്തുകൊണ്ട് അല്ലാഹു തആല മറ്റുള്ളവർക്ക് സ്വത്ത് കൊടുത്തു? അത് പഠിക്കണ്ടേ? അത് പഠിക്കുന്നില്ല.
ആരെ കല്യാണം കഴിക്കാം, ആരെ കല്യാണം കഴിക്കാൻ പാടില്ല, ആരുമായി അടുത്തിടപഴകാം, ആരുമായി അടുത്തിടപഴകാൻ പാടില്ല, ഇതറിയില്ല. തങ്ങളെ നമ്മുടെ കസിൻ ബ്രദറും കസിൻ സിസ്റ്ററൊക്കെ ഉണ്ടല്ലോ, വല്ലാത്ത രണ്ട് സാധനങ്ങളാണത്. എല്ലാവരും കസിൻ ബ്രദറാണ്, എല്ലാവരും കസിൻ സിസ്റ്ററാണ്. ഈ കസിൻ ബ്രദർ അന്യനാണ്. എന്നിട്ടോ മോട്ടോർ സൈക്കിളുമ്പോൾ കയറ്റിയിട്ട് കൊണ്ടുപോണത് കെട്ടിപ്പിടിച്ച് പോണത് കസിൻ ബ്രദർ, കസിൻ സിസ്റ്റർ. ഇത് തെറ്റാണ് ഇസ്ലാമിൽ. കസിൻ ബ്രദറെ, കാരണം അത് അറിയില്ല. അവസാനത്തായി കല്യാണം കഴിക്കാൻ നേരത്തെ നമ്മളൊരു ഇതിൽ കടന്നാണ്, ഈ രണ്ട് ഇപ്പം ആണും പെണ്ണും ജ്യേഷ്ഠത്തി അനുജത്തിയുടെ മക്കളാണ്. അപ്പോൾ ഇവർ കല്യാണം കഴിച്ച് ജ്യേഷ്ഠത്തി അനിയത്തി മക്കളെ. അപ്പോൾ അവർ ബാംഗ്ലൂർ പഠിച്ചിരുന്നപ്പോൾ അവർ തമ്മിൽ ലവായി. അപ്പോഴാണ് അവരാലോചിച്ചത്, നമ്മളിങ്ങനെ കുഞ്ഞുമ്മി മുത്തമ്മാടി മോളെ മക്കളല്ലേ, നമ്മളിങ്ങനെ കല്യാണം കഴിക്കുക. അവരെ വിചാരം ജ്യേഷ്ഠത്തി അനുജത്തി മക്കൾ കല്യാണം കഴിക്കാൻ പറ്റൂല എന്നാണ് ഇപ്പോൾ ആ കുട്ടികൾ കരുതിയത്. പക്ഷെ പ്രേമത്തിലായും ചെയ്തു. എന്നിട്ടോ കുടുംബത്തിൽ പറയുമെങ്ങനെ മോശമല്ലേ വിചാരിച്ച് എങ്ങനെയോ പറഞ്ഞ് ഒപ്പിച്ചപ്പോൾ വീട്ടുകാർ പറഞ്ഞു കുഴപ്പമില്ല, കല്യാണം കഴിക്കാം, ജ്യേഷ്ഠത്തി അനിയത്തി മക്കളല്ലേ, കല്യാണം കഴിക്കാം. ആശ്വാസമായി, ഭയങ്കര നെടുവിശ്വാസം വിട്ടു. അപ്പോഴാണ് ജ്യേഷ്ഠത്തി മൂത്തമ്മ പറഞ്ഞത്, അയ്യോ പിന്നെ എന്നേറ്റ് മുലകുടി ബന്ധമുണ്ട് എന്ന് പറഞ്ഞത്. അപ്പം തന്നെ ഈ പയ്യൻ പറയും, പിന്നെ ഒന്ന് മുല കുടിച്ചതാ പ്രശ്നം, ആ മനുഷ്യന് ഇവിടെ വേറോ വലിയ കുടുക്കിന്ന് രക്ഷപ്പെട്ട് കല്യാണം കഴിക്കാൻ വിചാരിച്ചപ്പോൾ ചെറുപ്പത്തിലൊന്ന് മുല കുടിച്ചതിൻ്റെ പേരിൽ ഈ കല്യാണം മുടക്കണോ? പറ്റൂല. അവസാനം ആ കുട്ടികളെ കല്യാണം നടന്നു. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മുടെ കുട്ടികൾക്ക് ഖുർആൻ അറിയില്ല. ഖുർആൻ അറിയാത്തതിൻ്റെ ദുരന്തങ്ങളാണ് ഇതൊക്കെ. ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് പറഞ്ഞാൽ, വിശുദ്ധ ഖുർആനിനെ നമ്മൾ പഠിക്കണം, ഖുർആനിൻ്റെ ആശയങ്ങൾ ഗ്രഹിക്കണം. ഖുർആനിൻ്റെ ആശയങ്ങൾ ഗ്രഹിക്കുമ്പോഴാണ് ഏറ്റവും നല്ല രീതിയിൽ നമുക്കതിനെ കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാൻ കഴിയുക. കാരണം വിശുദ്ധ ഖുർആൻ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ വശങ്ങളിലേക്കും സ്വാധീനം ചെലുത്തും. അതുകൊണ്ട് വിശുദ്ധ ഖുർആനിനെ ആത്മാർത്ഥമായി ഏതാൾക്കും പറ്റും, ചെറിയ രൂപത്തിലാണെങ്കിൽ. ഫാത്തിഹയുടെ അർത്ഥം പോലും നമ്മളെ കുട്ടികൾക്ക് അറിയില്ല, സൂറത്തുൻ നാസിൻ്റെ അർത്ഥം അറിയില്ല. ഇതിൻ്റെ ദുരന്തം വലിയ അബദ്ധമാണ്. അതുകൊണ്ട് ആധുനിക ഈ സമൂഹത്തിൻ്റെ മുമ്പിൽ വിശുദ്ധ ഖുർആനിനെ ഉൾക്കൊള്ളാനുള്ള ശ്രമം നമ്മുടെ ഭാഗത്ത് നടക്കണം. മറ്റൊരു കാര്യം എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, വിശുദ്ധ ഖുർആനിനെ ജിഹാദ് ചെയ്യണം എന്നതാണ്. ഇത് നമ്മുടെ മേൽ നിർബന്ധ ബാധ്യതയാണ്. വജാഹിദുഹും ബിഹി ജിഹാദൻ കബീറ. വിശുദ്ധ ഖുർആൻ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഏറ്റവും വലിയ ജിഹാദ് നമ്മൾ നിർവഹിക്കുക. ഏറ്റവും വലിയ ജിഹാദ്. ലോകം ഇന്ന് കൂരിരുട്ടിലാണ്. ഈ കൂരിരുട്ടിലുള്ള ലോകത്തിന് വെളിച്ചമായി നൂറായി വിശുദ്ധ ഖുർആനിനെ നമ്മൾ കൊടുക്കണം. നമ്മുടെ കയ്യിൽ ഈ സാധനം അടക്കി പിടിച്ച് വെച്ചിരിക്കുക. നമ്മൾ എത്രയും വലിയ പ്രകാശത്തെ കെട്ടിപ്പൂട്ടി രണ്ട് ചട്ടക്കുള്ളിൽ ഒതുക്കി വെച്ചിരിക്കുക. പകരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ കാലത്തൊക്കെ ഈ ഖുർആൻ കൊണ്ടാണ് ഇസ്ലാമിക പ്രബോധനം ശക്തമായി നടന്നത്. ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ ഇസ്ലാമിലേക്ക് ആകർഷിക്കപ്പെട്ടതും പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ഹൃദയം കവർന്നതും വിശുദ്ധ ഖുർആനാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. മഹാനായ ഉമർ റളിയല്ലാഹുവിൻ്റെ കാലം മുതൽക്ക് അതിന് മുമ്പ് ആ ഖുർആനിക വചനങ്ങൾ കേട്ടിട്ടാണ് ആളുകൾ ഇന്നും ഇസ്ലാമിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഗസയിൽ 30 മില്യൺ ആളുകളെ ഗസയിലെ കുഞ്ഞുങ്ങളുടെ ഖുർആൻ പാരായണം സ്വാധീനിച്ചു എന്നാണ് പറയുന്നത്. ഉമ്മ ഷഹീദായ, വാപ്പ ഷഹീദായ, സഹോദരങ്ങൾ ഷഹീദായ, തങ്ങൾ പാർത്തിരുന്ന വീട് കൽക്കൂമ്പാരമായ ആ കൽക്കൂമ്പാരത്തിൻ്റെ മുകളിൽ ഇരുന്നു കൊണ്ട് ഖുർആൻ ഓതുന്ന കുട്ടികൾ, 8 വയസ്സുള്ള കുട്ടികൾ ഓതുന്ന ഖുർആൻ പാരായണം കേട്ടുകൊണ്ട് ലോകത്ത് 10-30 മില്യൺ ആളുകൾ അത് ആകർഷിച്ചിരിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത്. നമുക്കറിയാം, ഖുർആൻ പലരുടെയും ഹൃദയത്തെ മാറ്റിമറിച്ചതല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ കാലത്ത് റസൂലിന്റെ വീട്ടിൽ നടക്കുന്ന ഖുർആൻ പാരായണം ശത്രുക്കൾക്ക് പാത്തുപതിക്ക് കേൾക്കാൻ പോയിരുന്നു. അവർ പറഞ്ഞിരുന്ന, മുശ്രിക്കുകൾ പരസ്പരം പറഞ്ഞിരുന്ന കാര്യം, ലാ തസ്മഉ ലിഹാദൽ ഖുർആൻ വൽഗൗ ഫീഹി, നിങ്ങൾ ഖുർആൻ കേൾക്കരുത്, കേട്ടാൽ പഴിച്ചു പോകും, നിങ്ങൾ ബഹളം ഉണ്ടാക്കണമെന്നായിരുന്നു. കാരണം ആ ഖുർആൻ അവരുടെ മനസ്സുകളെ വശീകരിച്ചിരുന്നു, ഹൃദയങ്ങളെ വശീകരിച്ചിരുന്നു. നിങ്ങൾക്കറിയാമല്ലോ, പ്രഗത്ഭനായ വലിയ ചില വ്യക്തിത്വങ്ങളെക്കുറിച്ച് ജർമ്മനിയിലുണ്ടായിരുന്ന ലിയോപോൾഡ് വൈസ്, നമ്മുടെ മുഹമ്മദ് അസദ് എന്ന് പറയുന്ന മനുഷ്യൻ, ലിയോപോൾഡ് വൈസ്, അദ്ദേഹം പ്രൊഫസറാണ്, വലിയ മനുഷ്യനാണ്, വലിയ ആളാണ്. അദ്ദേഹം ഒരു ട്രെയിനിൽ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മറുഭാഗത്തിരിക്കുന്ന കുറേ സമ്പന്നരായ വലിയ ആളുകളാണ്. പക്ഷേ അവരുടെ മുഖത്തൊന്നും ഒരു സന്തോഷവും കാണുന്നില്ല.
ലിയോപോൾഡ് വൈസ് തൻ്റെ ഭാര്യയോട് പറഞ്ഞു, ഇത്രയും വലിയ കാശൊക്കെ ഉണ്ടായിട്ട് ഇവരുടെ മുഖത്തൊരു സന്തോഷമില്ലല്ലോ, ഒരു സന്തോഷമില്ലല്ലോ. ഭാര്യ പറഞ്ഞു, ശരിയാ, മാത്രമല്ല നമ്മളും സന്തോഷത്തിലൊന്നുമല്ല, കാശുകൊണ്ടൊന്നും നമുക്ക് സന്തോഷം കിട്ടിയിട്ടില്ല. പക്ഷേ അന്ന് അടുത്ത ദിവസം അദ്ദേഹത്തിന് ഒരു ഭക്ഷണത്തിൻ്റെ പാർസൽ വന്നു. ആ പാർസൽ വന്ന ആ പാർസലിൽ ഒരു കടലാസിൽ ഒരു സാധനം എഴുതി വെച്ചിട്ടുണ്ട്. അത് അൽഹാക്കുമുത് തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ കല്ലാ സൗഫ തഅലമൂന സുമ്മ കല്ലാ സൗഫ തഅലമൂൻ എന്ന സൂറത്തിൻ്റെ വരികളായിരുന്നു. ആ ഇംഗ്ലീഷിലുള്ള ഇതായിരുന്നു. അണ്ടിൽ ദേ വിസിറ്റ് ദ ഗ്രേവ്സ് എന്ന് പറയുന്ന അവർ കബറിടം സന്ദർശിക്കുന്നത് വരെ ആർത്തിയിലും മത്സരത്തിലും തങ്ങളുടെ സമ്പത്ത് വർദ്ധിപ്പിക്കാനും മറ്റുള്ളവരെ കവച്ചു വെക്കാനുമുള്ള മനുഷ്യൻ്റെ ത്വരയെക്കുറിച്ച നല്ല സുന്ദരമായ വചനം അദ്ദേഹം അതിൽ കാണും. അപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സ് മാറുന്നത്. ഈ ആയത്ത് കണ്ടതോടുകൂടി അദ്ദേഹത്തിൻ്റെ മനസ്സ് മാറുകയാണ്. അദ്ദേഹം ഇസ്ലാമിനെ കുറിച്ച് പഠിക്കുകയാണ്. എങ്കിലും അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കാൻ സന്നദ്ധമായില്ല. പിന്നീട് അദ്ദേഹം ഒരു ദിവസം തൻ്റെ മനസ്സിൽ അല്ലാഹ് ഉണ്ട് എന്ന് ബോധ്യപ്പെടുത്തി കിട്ടണമെന്ന് അദ്ദേഹം ആഗ്രഹിക്കുകയാണ്. ആ ആഗ്രഹത്തിൽ അദ്ദേഹം ചില കാര്യങ്ങൾ വീണ്ടും ഖുർആനിൽ നിന്ന് പഠിക്കുകയാണ്. മുഹമ്മദ് അസദ് പിന്നീട് യാത്ര തിരിക്കുന്നുണ്ട്. നമ്മളങ്ങനെ റോഡ് ടു മക്ക എന്ന് പറഞ്ഞ പുസ്തകം നമ്മൾ പഠിക്കുന്നുണ്ടല്ലോ. ആ യാത്രയിൽ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവരൊക്കെ നഷ്ടപ്പെട്ടു. പട്ടിണി കിടന്ന് മരിക്കാറായി. അവസാനം ലിയോപോൾഡ് വൈസ് തൻ്റെ പോക്കറ്റിലെ റിവോൾവർ എടുത്തുകൊണ്ട് നെറ്റിയിൽ വെച്ച് വെടിവെച്ച് ആത്മഹത്യ ചെയ്യാൻ ഒരുങ്ങുന്ന ഒരു രംഗമുണ്ട്. ആ രംഗത്ത് എത്തിയപ്പോഴാണ് പെട്ടെന്ന് വലനബ്ലുവന്നക്കും ഹത്താ നഅലമൽ മുജാഹിദീന വസ്സാബിരീൻ വലനബ്ലു അഖ്ബാറക്കും വലനബ്ലുവന്നക്കും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്തി വബശ്ശിരിസ് സാബിരീൻ. പട്ടിണി കിടന്ന് ഏതായാലും ഞാൻ മരിക്കൂല, എങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞ ലിയോപോൾഡ് വൈസിന്റെ മുന്നിലേക്ക് ഈ രണ്ടായത്തുകളാണ് എത്തുന്നത്. അല്ലാഹു തആല നിങ്ങളെ പരീക്ഷിക്കും, നിങ്ങളെ വിശപ്പ് കൊണ്ടും ദാഹം കൊണ്ടും പരീക്ഷിക്കും, നിങ്ങളെ കൂട്ടത്തിൽ ത്യാഗിയാല് ക്ഷമ പാലിക്കുന്നവരാല് എന്ന പരീക്ഷിക്കും. ഈ ആയത്ത് കേട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സ് മാറുകയാണ്. അദ്ദേഹം റിവോൾവർ വെച്ചു. ആ പട്ടിണിയുടെ അദ്ദേഹം മുന്നോട്ട് പോയി. അങ്ങനെ എത്തപ്പെട്ടത് കഅബയിലാണ്. മുഹമ്മദ് അസദായി മാറി. ആ മുഹമ്മദ് അസദ് പിന്നീട് റോട്ട് മക്കടക്കം 10-40 ഗ്രന്ഥങ്ങളുടെ കർത്താവായി വലിയ പ്രബോധകനായിട്ട് മുഹമ്മദ് അസദ് മാറുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇതന്നെയാണല്ലോ കേറ്റ് സ്റ്റീവൻ എന്ന് പറയുന്ന അമേരിക്കക്കാരുടെ ഹരമായിരുന്ന പോപ്പ് സംഗീതജ്ഞൻ കേറ്റ് സ്റ്റീവൻ കേറ്റ് സ്റ്റീവന്റെ പാട്ട് കേൾക്കാൻ അമേരിക്കക്കാർ ഉറക്കമൊഴിച്ച് കാത്തിരിക്കും. അദ്ദേഹത്തിന്റെ ആൽബം ഇറങ്ങിയാൽ ആൽബം വാങ്ങാൻ അമേരിക്കയുടെ തെരുവീതികളിൽ വലിയ ക്യൂ ആണ്. അത്രയും വലിയ തിരക്കുള്ള വലിയ പോപ്പ് സംഗീതജ്ഞനായിരുന്നു അദ്ദേഹം. 24ാമത്തെ ജന്മദിനത്തിന്റെ ദിവസം അദ്ദേഹം മദ്യത്തിലും മദിരാശിയിലും ഇങ്ങനെ ആറാടി. എന്നാൽ സംഗീതത്തിൽ മുഴുകി ജീവിക്കുന്ന ഒരു ഘട്ടം. സ്വന്തം അനുജൻ 24ാം ജന്മദിനത്തിന്റെ സമ്മാനമായി അദ്ദേഹത്തിന് വിശുദ്ധ ഖുർആന്റെ ഒരു ജർമ്മൻ പതിപ്പ് പുറത്തു കൊടുക്കുകയാണ്. വിശുദ്ധ ഖുർആനിന്റെ ഒരു പതിപ്പ് അദ്ദേഹത്തിന് കൊടുക്കുകയാണ്. അദ്ദേഹം അത് വളരെ ആദരപൂർവ്വം വായിച്ചു നോക്കുകയോ മറിച്ചു നോക്കുകയോ പോലും ചെയ്യാതെ അലമാരിയിലേക്ക് വെച്ചു. അങ്ങനെ അതിനുശേഷം അദ്ദേഹം മൊറോക്കോയിലേക്ക് ഒരു യാത്ര പോവുകയാണ്. ആഫ്രിക്കയിലെ മൊറോക്കോയിലേക്ക് യാത്ര പോകുമ്പോൾ ആ പുസ്തകങ്ങൾ എടുത്ത കൂട്ടത്തിൽ ആ ഖുർആനും എടുത്തു. ആ പോകുന്ന വഴിയിൽ അദ്ദേഹം ഒരിക്കൽ വെറുതെ ഒന്ന് വായിച്ചു നോക്കി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, സർവ്വലോകത്തിൻ്റെയും രക്ഷിതാവായ അല്ലാഹുവിന് സ്തുതി. അത് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ കൊണ്ടു. അങ്ങനെ ഒരു ദൈവമുണ്ടോ? ക്രിസ്ത്യാനികളുടെ ദൈവമെന്ന് കേട്ടിട്ടുണ്ട്, യഹൂദന്റെ ദൈവമെന്ന് കേട്ടിട്ടുണ്ട്, മുസ്ലിമിൻ്റെ ദൈവമെന്ന് കേട്ടിട്ടുണ്ട്, സർവ്വലോകത്തിൻ്റെയും ദൈവം. അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് ഒരു വെളിച്ചം കടന്നു വരികയാണ്. വീണ്ടും അദ്ദേഹം അങ്ങനെ ഖുർആനിനെ കുറിച്ചൊക്കെ പഠിച്ചു. അദ്ദേഹം മൊറോക്കോവിലെ ബീച്ചിൽ ഒരു കപ്പലിൽ യാത്ര ചെയ്യുകയാണ്. പെട്ടെന്ന് കപ്പലിൽ നിന്ന് താഴേക്ക് വീണു. അങ്ങനെ താഴേക്ക് വീണ ഘട്ടത്തിൽ കേറ്റ് സ്റ്റീവൻ താഴേക്ക് വീണപ്പോൾ അദ്ദേഹത്തിനെ രക്ഷപ്പെടുത്താൻ വളരെ പ്രയാസപ്പെട്ടു. അദ്ദേഹം ജീവൻ അത്യധികം പ്രയാസപ്പെട്ട് നീന്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ കപ്പലും കരയും അയാളും തമ്മിൽ വളരെ അകലം. വിളിക്കാവുന്ന ദൈവങ്ങളെ മുഴുവൻ വിളിക്കുന്നുണ്ട് മൂപ്പര്. അവസാനം അദ്ദേഹം രക്ഷപ്പെടുകയാണ്. രക്ഷപ്പെടുത്തി അദ്ദേഹം വീണ്ടും ആ വിശുദ്ധ ഖുർആൻ എടുത്ത് വായിച്ചു നോക്കിയപ്പോൾ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അദ്ദേഹത്തിൻ്റെ മനസ്സ് മാറുകയാണ്. കേവലം ഒരു വചനം കൊണ്ട് മാറുകയാണ്. പിന്നീട് യൂസുഫുൽ ഇസ്ലാം എന്ന് പറയപ്പെടുന്ന
ലോകത്തിലെ ഏറ്റവും പ്രഗത്ഭനായ ഒരു ഇസ്ലാമിക പ്രബോധകനെ, ആ കേറ്റ് സ്റ്റീവനെ ഈ ഒരൊറ്റ ആയത്ത് മാറ്റിയെടുക്കുന്നതായിട്ട് നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. ഞാൻ പറയുന്നത് ഒരുപാട് മനുഷ്യരുടെ ഹൃദയങ്ങളെ മാറ്റിമറിച്ചൊരു ഗ്രന്ഥമാണ് നമ്മുടെ കയ്യിലുള്ളത്. നമുക്കത് ഇന്നും ലോകത്തിന് മുമ്പിൽ കൊടുക്കാൻ കഴിയും. നിങ്ങൾ ആരാണെങ്കിലും ശരി, ഖുർആനിന്റെ വചനങ്ങൾ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സ് വല്ലാതെ ആയിപ്പോകും. ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൻ ലറഅയ്തഹു ഖാശിയം മുതസദ്ദിഅൻ മിൻ ഖശിയത്തില്ലാഹ് വതിൽകൽ അംസാലു നദ്രിബുഹാ ലിന്നാസ്. ഈ ഖുർആൻ അവതീർണമാകുന്നത് ഒരു കരിമ്പാറയുടെ പുറത്താണെങ്കിൽ പോലും കരിമ്പാറ പോലും അല്ലാഹുവിനെ ഭയപ്പെട്ട് പൊട്ടിപ്പിളർന്നു പോകും. അത്രയും ശക്തമായ ഒരു വചനമാണ് നമ്മുടെ കയ്യിലുള്ളത് എന്നുള്ള വസ്തുത നമ്മൾ തിരിച്ചറിയണം. ആ ഖുർആനിനെ നമ്മൾ ലോകത്തിന് മുമ്പിൽ ജിഹാദ് നടത്തണം. ലോകത്തിന് വേണമത്. എന്താന്ന് ലോകത്തിൻ്റെ അവസ്ഥ? എന്താ ലോകത്തിൻ്റെ അവസ്ഥ? ഖുർആൻ ഒരു സമൂഹത്തെ മാറ്റിമറിക്കുകയാണ് ചെയ്തത്. 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് 6-ാം നൂറ്റാണ്ടിലെ ഇരുണ്ട യുഗത്തിൽ ജീവിച്ച ഒരു ജനതയെ ലോകത്തിന്റെ ജേതാക്കളും വിധേതാക്കളും നായകന്മാരും മാറ്റിയത്. യഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീന ഇദ് ബഅസ ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ. അവരെ വേദം പഠിപ്പിച്ച് വേദം ഊതിക്കൊടുത്ത് സംസ്കരിച്ചെടുക്കുകയാണ് ചെയ്തത്. ഖുർആനാണ് മാറ്റിയത്. അതേ അവസ്ഥ ഇന്നും നിലനിൽക്കില്ലേ? അതേ അവസ്ഥ ഇന്നും നിലനിൽക്കുകയാണ്. ലോകത്ത് ഖുർആൻ നടത്തിയ വിപ്ലവത്തിന് ഇനിയും പ്രസക്തിയുണ്ട്. ഖുർആനിനെ മാറ്റിയെടുക്കാൻ പറ്റൂ, വേറൊരാൾക്കത് കഴിയില്ല. നിങ്ങൾ നോക്കിയേ, ഖുർആനിനല്ലാതെ മറ്റാർക്ക് സാധിക്കും അത്? നമ്മുടെ സാമ്പത്തിക രംഗം ഒരൊറ്റ ഉദാഹരണം എടുത്താൽ മതി. വിശുദ്ധ ഖുർആൻ ഉണ്ടാക്കിയ സാമ്പത്തിക മാറ്റം അത്ഭുതകരല്ലേ? ഖുർആൻ മനുഷ്യപ്രകൃതിക്ക് ഉളകുന്ന വിധത്തിലുള്ള ഒരു സാമ്പത്തിക വ്യവസ്ഥ സമർപ്പിച്ചു. ലോകത്ത് പിന്നെ ആർക്ക് സമർപ്പിക്കാൻ കഴിഞ്ഞു? അത് ആർക്ക് സമർപ്പിക്കാൻ കഴിഞ്ഞു? കമ്മ്യൂണിസത്തിന് സാധിച്ചോ? ഇല്ല. മുതലാളിത്തത്തിന് സാധിച്ചോ? ഒട്ടുമില്ല. മിക്സഡ് എക്കോണമി എന്ന് പറഞ്ഞു ഇന്ത്യ കൊണ്ടുവന്ന് വന്ന സാമ്പത്തിക വ്യവസ്ഥക്ക് സാധിച്ചോ? സാധിച്ചില്ല. സോഷ്യലിസത്തിന് സാധിച്ചോ? ഇല്ല. വലിയ തത്വം പറയാന്നല്ലാതെ ഉള്ളവൻ വീണ്ടും വീണ്ടും ഉള്ളവനായി തീരുകയും ഇല്ലാത്തവൻ വീണ്ടും വീണ്ടും ഇല്ലാത്തവനായി തീരുകയും ചെയ്യുന്ന അവസ്ഥയല്ലേ ലോകത്തുള്ളത്? ലോകത്തിൻ്റെ സമ്പൽഘടനയുടെ അധികവും ഏതാനും മുതലാളിമാരെ കയ്യില. ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തിൻ്റെ സമ്പത്ത് മുഴുവൻ ഏതാനും ആളുകളുടെ കയ്യിലാണ്. ലോകത്ത് ഇപ്പോഴും വലിയൊരു ജനവിഭാഗം പട്ടിണി കിടക്കുകയും ദാരിദ്ര്യം അനുഭവിക്കുകയും ചെയ്യുന്നു. എന്താ കാരണം? ഒന്നാമത്തെ കാരണം പലിശന്. ആ പലിശക്കെതിരെയാണ് ഈ ഖുർആൻ ശക്തമായ നിലപാടെടുത്തത്. ഇപ്പോഴാ സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാർ പറയുന്നു പലിശരഹിതമായ സമ്പൽ വ്യവസ്ഥ ലോകത്ത് പ്രയോഗിക്കണമെന്ന് പറഞ്ഞു വരുന്നു. കാരണം പലിശ കൂടുതൽ മുതലാളിമാരെ സൃഷ്ടിക്കുന്നു, പാവങ്ങളെ വീണ്ടും വീണ്ടും പാവങ്ങളാക്കുന്നു. അതേസമയം പലിശരഹിതമായ സമ്പൽ വ്യവസ്ഥക്കാണ് വിജയം എന്നിടത്ത് കാര്യങ്ങൾ എത്തുകയാണ്. ഇന്നിപ്പോൾ വിശുദ്ധ ഖുർആനാണല്ലോ നേരത്തെ പച്ചവെള്ളം കാശിന് വിറ്റിരുന്ന അവസ്ഥയിൽ നിന്ന് മാറ്റിയിട്ട് റസൂലൊരിക്കൽ ഉസ്മാൻ റളിയല്ലാഹുവിനോട് പറയുന്നുണ്ട്, ജൂതൻ കിണറിലെ വെള്ളം കാശിന് വിറ്റുകൊണ്ടിരിക്കുകയാണ്, ആ കിണർ വാങ്ങി വിശ്വാസികൾക്ക് വിട്ടുകൊടുത്താൽ സ്വർഗം. അദ്ദേഹം 12,000 ദിർഹം കൊടുത്തിട്ട് ജൂതൻ്റെ പക്കൽ നിന്ന് കിണർ വാങ്ങി. പക്ഷേ ജൂതൻ പറഞ്ഞു, പകുതി കിണറേ തരുള്ളൂ, പകുതി നീ കച്ചവടം ചെയ്തോ, പകുതി ഞാനും കച്ചവടം ചെയ്യാം. പക്ഷേ ഉമർ റളിയല്ലാഹുവിന് പകുതി ഭാഗം ജനങ്ങൾക്കായിട്ട് വിട്ടുകൊടുത്തോടി പിന്നെ ജൂതൻ കച്ചവടമില്ല. പിന്നെ ജൂതൻ ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ പിന്നാലെ ഇങ്ങനെ ഓടി നടന്ന് 8,000 ദിർഹം കൂടി കൊടുത്തപ്പോഴാണ് 20,000 ദിർഹം വാങ്ങിയിട്ട് ആ കിണർ വിശ്വാസികൾക്ക് വിട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത്. കാരണം അത് വലിയ വ്യത്യാസമാണ്. മുമ്പ് എങ്ങനെ രാജാക്കന്മാരല്ലേ സുഖിച്ച് ജീവിച്ചിരുന്നത്? നമ്മുടെ കേരളത്തിലാണ്ടില്ലേ, തിരുവിതാംകൂർ രാജാവ് ജീവിക്കുന്നു, രാജ്യത്തിൻ്റെ ജനങ്ങളുടെ മുഴുവൻ സ്വർണവും നിലവറയിൽ. രാജാവ് മാത്രം ജീവിക്കും, പ്രജകളൊക്കെ പട്ടിണി. കിസ്ര രാജാക്കന്മാർ സ്വർണ്ണ നൂല് കൊണ്ട് മെടഞ്ഞ കട്ടിലുകളിൽ, അവർ വലിയ വലിയ രമ്യഹർമ്മങ്ങളിൽ, വലിയ കൊട്ടാരങ്ങളിൽ അവർ ജീവിക്കുന്നു, ജനങ്ങളൊക്കെ കഷ്ടപ്പെട്ട് ജീവിക്കുന്നു. ഇസ്ലാം ഒരു മാറ്റം തന്നെ വരുത്തിയില്ലേ? ആരാ? മുഹമ്മദ് റസൂലുള്ള, ഇസ്ലാമിക രാഷ്ട്രത്തിൻ്റെ ഭരണാധികാരി. ഇന്ന് വിഭജിച്ച രാജ്യങ്ങളെപ്പോലും കയ്യിലെടുത്ത വലിയൊരു വിഭാഗത്തിൻ്റെ അധിപനായി മാറിയ റസൂൽ. പക്ഷേ റസൂലിൻ്റെ കൊട്ടാരം ഒരു കുടില. റസൂലിൻ്റെ കട്ടില് ഈന്തപ്പനയുടെ വള്ളി കൊണ്ടുണ്ടാക്കിയ കട്ടില. റസൂലിൻ്റെ തലയണ ഈന്തപ്പനയുടെ കുരു കൊണ്ടുണ്ടാക്കിയ തലയിണയ. ആ റസൂലിൻ്റെ ജീവിതം, ആ റസൂലിൻ്റെ വീട്ടിൽ പലപ്പോഴും തീ പുകഞ്ഞിട്ടില്ല. ആ റസൂൽ ഒരു ദിവസം വയർ നിറച്ച് ഭക്ഷണം കഴിച്ചാൽ അടുത്ത ദിവസം പട്ടിണിയാ. ലോകത്തൊരു ഭരണാധികാരിയുടെ മാതൃക ലോകത്തിന് അല്ലാഹുവിന്റെ റസൂലിലൂടെ കാണിച്ചു കൊടുക്കുകയായിരുന്നു ഖുർആൻ. ആ ഖുർആനിലൂടെ ജീവിച്ച ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ക്ഷാമം ബാധിച്ചപ്പോൾ പച്ച എണ്ണയിൽ ഇത്തിരി റൊട്ടി കഴിച്ച് മെലിഞ്ഞൊട്ടിപ്പോയി ആ മനുഷ്യൻ. ഖജനാവിൽ നിന്നൊരു പിടി ധാന്യം അധികമെടുത്താൽ അള്ളാഹിനോട് ഉത്തരം പറയേണ്ടി വരുമോ എന്ന ബോധം സൃഷ്ടിച്ചെടുത്ത ഖുർആൻ
ഈ ബോധം സൃഷ്ടിച്ചെടുക്കാൻ ഏത് സിദ്ധാന്തത്തിന്, ഏത് ഗ്രന്ഥത്തിന് സാധിച്ചു? ലോകത്ത് സാമ്പത്തികമായ വമ്പിച്ച മാറ്റല്ലേ ഉണ്ടാക്കിയത്. അവസാനം സക്കാത്ത് പോലും മേടിക്കാൻ ആളില്ലാത്തൊരു സമൂഹത്തെ സൃഷ്ടിക്കാൻ സാധിച്ചത് ഖുർആൻ ലോകത്തിന് മുമ്പിൽ വെച്ച സാമ്പത്തിക അവസ്ഥയുടെ പ്രത്യേക പ്രതിഫലനമായിരുന്നു. ധാർമ്മിക അവസ്ഥ. ഇന്ന് എവിടെ ധാർമ്മികത? എന്ത് ധാർമ്മികത ലോകത്തുള്ളത്? എല്ലാം തകർന്നടിഞ്ഞതല്ലേ. അതേസമയം വിശുദ്ധ ഖുർആൻ ലോകത്തിന് മുമ്പിൽ വെച്ചൊരു ധാർമ്മിക വ്യവസ്ഥ അത് ഏറ്റവും പ്രോജ്വലമായി നിൽക്കല്ലേ. കാരണം ഇന്ന് യൂറോപ്യൻ അമേരിക്ക സമൂഹം പോലും ഇസ്ലാമിൻ്റെ വസ്ത്രധാരണം സ്വീകരിക്കുന്നിടത്തേക്ക് എത്തിയിരിക്കുന്നു. ഇസ്ലാം 14 നൂറ്റാണ്ട് മുമ്പ് ഇസ്ലാം വെച്ചൊരു വസ്ത്രധാരണം ഇന്ന് ഏറ്റവും മാന്യതയുടെ വസ്ത്രധാരണമായി മാറിയിരിക്കുകയാണ്. ഇസ്ലാം വെച്ച കുടുംബ വ്യവസ്ഥയുടെ ജീവിതാവസ്ഥ ഏറ്റവും പ്രോജ്വലമായി നിൽക്കുകയാണ്. ഞാൻ പറയുന്നത് വിശുദ്ധ ഖുർആൻ എന്ത് മാറ്റമാണോ ലോകത്തുണ്ടാക്കിയത് അത് ഇന്ന് ലോകത്ത് ആവശ്യമാണ്. ഇന്ന് അസമത്വമുണ്ട്, ഖുർആൻ്റെ സമത്വം ലോകത്തിന് വേണം. ഇന്ന് ലോകത്തിന് അനീതിയുണ്ട്, ഖുർആനിൻ്റെ നീതി ലോകത്ത് വേണം. ഖുർആനിൻ്റെ നീതി ലോകത്ത് വേണം. അഥവാ ലോകത്തിന് വിശുദ്ധ ഖുർആനിനെ വേണം. ഖുർആനിൻ്റെ വാഹകരെന്ന നിലയ്ക്ക് വിശുദ്ധ ഖുർആനിനെ ലോകത്തിന് മുമ്പിൽ സമർപ്പിക്കാൻ വിശ്വാസികളായ നമുക്ക് ബാധ്യതയുണ്ട് എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. നമുക്ക് ബാധ്യതയുണ്ട്. മാത്രമല്ല ഖുർആനുകളിങ്ങനെ പരിശോധിച്ച് നോക്കിയേ, അതിൻ്റെ ഒരു കണ്ടന്റ് പരിശോധിച്ചാൽ സുബ്ഹാനല്ലാഹ് ഞെട്ടിപ്പോകും. എല്ലാ ചെറിയതും വലുതുമായ കാര്യങ്ങൾ അതിലുണ്ട്, എല്ലാ കാര്യങ്ങളും. ഞാൻ ഇങ്ങനെ ആലോചിച്ചു, ഒരാൾ വീട്ടിൽ ഗസ്റ്റായിട്ട് വന്നാൽ കോളിംഗ് ബെല്ലടിച്ച് നിൽക്കേണ്ട സ്ഥലം എവിടെയെന്ന് വരെ ഖുർആനിലുണ്ട്. ആ വാതിൻ്റെ അവിടെ നിൽക്കരുത്, മാറിക്കണം. അതൊക്കെ വലിയ സീരിയസ് ആയിട്ടാണ് പറയുന്നത്. വീട്ടിൽ കഴിയുമ്പോൾ ചെറിയ മക്കളുണ്ടല്ലോ, ചെറിയ മക്കൾ, അവരെ ഉമ്മാടി ഉപ്പാട് റൂമിലേക്ക് വിടാൻ പാടില്ല, അവർ പോലും ചെല്ലാൻ പാടില്ലാത്ത സ്ഥലം വിശദീകരിച്ചിട്ടുണ്ട് ഖുർആനിൽ. സൂറത്തുന്നൂറിൽ 3 നേരങ്ങളിൽ ചെറിയ കുട്ടികൾ ഉപ്പാടി റൂമിലേക്ക് ചെല്ലുമ്പോൾ അനുവാദം ചോദിക്കണമെന്ന് പഠിപ്പിക്കുന്നുണ്ട്. അല്ലാത്ത സമയത്ത് ആ കുട്ടികൾക്ക് കടന്നു വരാൻ പറ്റും വിധത്തിൽ ഉമ്മയും ഉപ്പയും റൂമിനകത്ത് കഴിയണമെന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. ആ ചെറിയ വിഷയങ്ങൾ മുതൽ രാജ്യത്തെ ശിക്ഷ നടപ്പാക്കുന്നതിനെ കുറിച്ചുണ്ട്, ഓരോ വിധിവിലക്കൾ നടപ്പാക്കുന്നതിനെ കുറിച്ചുണ്ട്. കാരണം ഇതെല്ലാം കണ്ടന്റും ഇതിനുള്ളിൽ ഒതുങ്ങിയിരിക്കുകയാണ്. അത് പറഞ്ഞുകൊണ്ടായിരിക്കാം നിസ്കാരം എങ്ങനെ നടത്തണമെന്ന് പറഞ്ഞിട്ടില്ലെങ്കിലും, നിസ്കാരത്തെ ഒരുപാട് കൽപ്പിച്ചിട്ടുണ്ടെങ്കിലും എങ്ങനെ നടത്തണമെന്ന്, എങ്ങനെ നിസ്കരിക്കേണ്ട രീതി വിശദീകരിച്ചിട്ടില്ല. പക്ഷേ എങ്ങനെ നടക്കണമെന്ന് വിശദീകരിച്ചിട്ടുണ്ട്. എങ്ങനെ പണം കടം കൊടുക്കണം, അതാണ് ഖുർആനിലെ ഏറ്റവും വലിയ ആയത്ത്. നിസ്കാരത്തെക്കുറിച്ചല്ല, നോമ്പിനെ കുറിച്ചല്ല, സക്കാത്തിനെ കുറിച്ചല്ല, പണം എങ്ങനെ കടം കൊടുക്കണം എന്നതിനെക്കുറിച്ചാണ് ഖുർആനിലെ ഏറ്റവും വലിയ ആയത്ത്. ഏറ്റവും വലിയ ആയത്ത് അതാണ്. അങ്ങനെ ജീവിതത്തിൻ്റെ എല്ലാ വശങ്ങളെക്കുറിച്ചുമുള്ള സവിസ്തരമായ ഒരു സമ്പൂർണ്ണ പ്രതിപാദനം വിശുദ്ധ ഖുർആനിനകത്തുണ്ട്. അതുകൊണ്ടാണ് മഹാന്മാർ പറയല്, ഈ ഖുർആനിനെ ലൈബ്രറിയുടെ ഏതെങ്കിലും ഒരു വശത്ത് വെക്കാൻ പറ്റൂല, എല്ലാ വശത്തും വെക്കേണ്ട കാര്യങ്ങൾ ഈ ഖുർആനിനകത്തുണ്ട് എന്ന് പറയുന്നുണ്ട്. മാത്രമല്ല ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ ഈ കയ്യിലുള്ള ഈ ഖുർആൻ മുജിസത്താണ്. നേരത്തെ ഇവിടെ പറഞ്ഞല്ലോ, ആ മുജിസത്ത് എന്ന് പറഞ്ഞാൽ ശരിക്കും അമ്പിയാക്കന്മാർ തങ്ങൾ അള്ളാഹുവിൻ്റെ അമ്പിയാക്കന്മാരാണെന്ന് പ്രബോധിത സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ വേണ്ടി അള്ളാഹു താല കൊടുക്കുന്ന സവിശേഷ സിദ്ധിയാണ് മുജിസത്ത്. മൂസാ നബിക്ക് വടിയിട്ട പാമ്പാവണ പോലെ. പക്ഷേ റസൂലുള്ളാഹിക്ക് കിട്ടിയത് ഖുർആനാണ്. നമ്മൾക്ക് ഇന്ന് അഭിമാനത്തോടു കൂടി പറയാം, ഈ ഖുർആൻ 14 നൂറ്റാണ്ട് കഴിഞ്ഞിട്ടും ഈ വിശുദ്ധ ഖുർആൻ ഒരു പോറൽ പോലും അതിന് സംഭവിച്ചിട്ടില്ല. എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തുന്ന ഒരു ഘടകം, നമുക്കിടയിൽ മുസ്ലിങ്ങൾക്കിടയിൽ തർക്കമില്ലാത്ത വിഷയം എന്താണ്? നിസ്കാരത്തിൽ തർക്കം, നോമ്പിൽ തർക്കം, സക്കാത്തിൽ തർക്കം, ഹജ്ജിൽ തർക്കം, അള്ളാഹിനെ കുറിച്ചുള്ള വിഷയത്തിൽ വരെ തർക്കം, എല്ലാത്തിലും തർക്കം. പക്ഷേ വിശുദ്ധ ഖുർആൻ എല്ലാവർക്കും ഒന്ന്. ഇപ്പോൾ ഷിയാക്കൾ അവിടെ എന്താകുമ്പോൾ അത് ഷിയാണ്, ഫിഖ് നോക്കിയിരിക്കുകയാണ് നമ്മൾ ആൾക്കാർ. നിങ്ങൾ ആലോചിച്ച് നോക്കി, ലോകത്തിലെ തെമ്മാടി രാഷ്ട്രത്തിനെതിരെ തൻ്റെ ഇടത്തോടു കൂടി പ്രതികരിക്കുന്ന ഒരു രാജ്യത്തെ അതിൻ്റെ ഫിഖ് നോക്കിയിട്ട് നമ്മളെ കൂട്ടത്തിൽ പെട്ടോനല്ല എന്നും പറഞ്ഞിട്ട് പിന്നെ ആരെ കൂട്ടത്തിലാണ് പോകാൻ പോണത്? ട്രംപിൻ്റെ നെതന്യാഹുവിൻ്റെ കൂട്ടത്തിലേക്കാണോ നമ്മൾ പോകാൻ പോണത്? ഈ ഫിഖിൻ്റെ മസല നോക്കിയിരിക്കലാണോ വേണ്ടത്? ഈ മുസ്ലിം ലോകത്തെ മുഴുവൻ തമ്മിലടിപ്പിച്ച് ചോര കുടിക്കുന്ന രാജ്യങ്ങൾ, ആ രാജ്യങ്ങൾക്കെതിരെ തൻ്റെ ഇടത്തോടു കൂടി പ്രതികരിക്കുമ്പോൾ അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നതിന് പകരം ഇവൻ്റെ ഫിഖിൻ്റെ മസലയെ നോക്കിയിട്ട് ഇത് ഷിയാണോ സുന്നിയാണോ എന്ന് നോക്കിയിട്ട് എന്തെല്ലാം പ്രശ്നങ്ങളാണ് നമ്മുടെ കൂട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതല്ലേ പകരം ആ അവസ്ഥകൾക്ക് മാറ്റം വരണ്ടേ? അപ്പം ഞാൻ പറഞ്ഞത് എല്ലാത്തിലും തർക്കം, പക്ഷേ ഖുർആൻ്റെ കാര്യത്തിൽ തർക്കമില്ല. ഷിയാക്കും സുന്നിക്കും ഒരേ ഖുർആൻ, ഒരേ ഖുർആൻ. ഇന്ന ആയത്ത് ഖുർആനിൽ ചേർക്കേണ്ടതാണ്, ഇന്ന ആയത്ത് ഖുർആനിൽ നിന്ന് ഒഴിവാക്കേണ്ടതാണ്, അങ്ങനെ ഒരു തർക്കമില്ല. ഒറ്റ ഖുർആൻ. ഒരു ഹർക്കത്ത് തെറ്റിയാൽ ഈ സദസ്സിൽ നിന്ന് ഒരുപാട് ആൾ വിളിച്ചു പറയും.
ഞാനിപ്പോൾ ഒരു ആയത്തുണ്ടോ ഇതിൻ്റെ ഒരു ഹർക്കത്ത് തെറ്റിയാൽ മുസോലിയോ കുഞ്ഞോലിയോ എല്ലാവരും വിളിച്ചു പറയും അത് തെറ്റിയിരിക്കുന്നു. ഈ ഖുർആനിനെ തിരുത്താൻ കഴിയില്ല. എല്ലാവർക്കും ഒരൊറ്റ ഖുർആനാണ്. അത്ഭുതകരമാണ് ഈ ഖുർആൻ. ആ മോചിതത്തായ ഖുർആൻ അറബി സാഹിത്യം അറിയുന്ന ആളുകൾക്കറിയാം. അത് ഒരു ആൻഷ്യൻ ലാംഗ്വേജാണ് അറബി, ഒരു ലിവിങ് ലാംഗ്വേജാണ് അറബി. 19 രാഷ്ട്രങ്ങളുടെ രാഷ്ട്രഭാഷയാണ്. ആ ഭാഷയിലെ ഇന്ന് അവതീർണമായതുപോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യും. 1400 കൊല്ലം പഴക്കമുള്ള ഗ്രന്ഥ, പക്ഷേ ഇന്ന് അവതരിക്കപ്പെട്ടതുപോലെ നമുക്ക് ഖുർആനിനെ ഫീൽ ചെയ്യുന്നുള്ളതാണ്. കാരണം ഇപ്പം ഇറങ്ങിയ പോലെ തോന്നും. അതിലെ ഓരോ വിഷയവും പുതിയതാണ്. ആ ഖുർആൻ ലോകത്തിന് മുമ്പിൽ വെല്ലുവിളിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിന് പകരം ഒരു സിദ്ധാന്തം കൊണ്ടുപോവാ. ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഖുർആൻ സമർപ്പിച്ച കുടുംബ വ്യവസ്ഥയേക്കാൾ നല്ലൊരു കുടുംബ വ്യവസ്ഥ കൊണ്ടുവരാൻ ആർക്കെങ്കിലും പറ്റുമോ? സാമ്പത്തിക വ്യവസ്ഥ പറ്റുമോ? രാഷ്ട്രീയ വ്യവസ്ഥ പറ്റുമോ? ഒന്നും നിങ്ങൾക്ക് കൊണ്ടുവരാൻ കഴിയില്ല. കാരണം വിശുദ്ധ ഖുർആൻ ലോകത്തിൻ്റെ മുമ്പിൽ വെച്ച അത്രയും വലിയ സന്ദേശം. അതേപോലെ തന്നെ ഖുർആൻ ഇപ്പോഴും ഞാൻ പറഞ്ഞു, നമ്മളെ സയൻസൊക്കെ പഠിക്കുന്ന കുട്ടികൾ എന്ത് പൊട്ടത്തരാ പഠിച്ചുകൊണ്ടിരിക്കണമെന്ന് അറിയും. ഞാൻ കാര്യത്തിലാണ് പറഞ്ഞു. കാരണം കുട്ടികൾ പഠിക്കുന്നുണ്ട് എങ്ങനെ? കുട്ടികൾ തന്നെ നമ്മളെ ശാസ്ത്രജ്ഞന്മാരടക്കം ഇവിടുന്ന് സൂര്യൻ എത്ര കിലോമീറ്റർ അകലെ? 15 കോടി കിലോമീറ്റർ അകലെ. എഴുതുന്നു, മാർക്ക് കിട്ടുന്നു, പഠിച്ചു. ഭൂമി കറങ്ങുന്ന സ്പീഡ് എത്ര? മണിക്കൂറിൽ 1700 കിലോമീറ്റർ. ഭൂമി സൂര്യനെ ചുറ്റുന്ന സ്പീഡ് എത്ര? ഒരു മണിക്കൂറിൽ 1,08,000 കിലോമീറ്റർ. ഈ ഡാറ്റ പഠിക്കാന്നല്ലാതെ 1400 വർഷങ്ങൾക്ക് മുമ്പ് നിരക്ഷരനായ പ്രവാചകന്റെ വായിലൂടെ അവതീർണമായ ഖുർആൻ ലോകത്തിന്റെ മുമ്പിൽ സമർപ്പിച്ച ഒരു ശാസ്ത്രീയ കാഴ്ചപ്പാടുണ്ട്. ആ കാഴ്ചപ്പാടെന്താ? ആരാണ് ഇതിന്റെ പിന്നിൽ? ഏതൊരു മനുഷ്യർ ചോദിക്കൂലേ, ഇത്ര കൃത്യത്തിൽ സൂര്യനെ നിർത്തേണ്ടടുത്ത് നിർത്തി ഭൂമിയെ നിർത്തിയതാരാ ചോദിക്കൂലേ? പക്ഷേ നമ്മുടെ ശാസ്ത്രലോകത്ത് ആ ചോദ്യം പാടില്ല. സൂര്യൻ ഇങ്ങ് അടുത്ത് വന്നിരുന്നെങ്കിലോ സൂര്യൻ അകന്നു പോയിരുന്നെങ്കിലോ ജീവിക്കാൻ പറ്റൂല. നമുക്ക് പറ്റിയ അകലത്തിൽ സൂര്യനെ നിർത്തിയതാരാ? സൂര്യൻ സ്വയം പോയി നിന്നതാണോ? നമ്മൾ നിർത്തിയതാണോ? അല്ലല്ലോ. സൂര്യനെ നിർത്തേണ്ടടുത്ത് നിർത്തിയതിൻ്റെ പിന്നിൽ ഒരു ശക്തിയുണ്ട്. ആ ശക്തിയെക്കുറിച്ച് ചിന്തിക്കണമെന്നാണ് ഖുർആൻ പറയുന്നത്. അല്ലാഹുവിന്റെ റസൂൽ ഏറ്റവും കൂടുതൽ കരഞ്ഞത് ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വൻ നഹാരി ലആയാതിൻ ലിഉലിൽ അൽബാബ്. ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിലും രാപ്പകലുകൾ മാറി മാറി വരുന്നതിൽ ചിന്തിക്കുന്ന മനുഷ്യർക്ക് ഒരുപാട് ദൃഷ്ടാന്തമുണ്ട്. അല്ലദീന യദ്കുറൂന അല്ലാഹ ഖിയാമൻ വഖുഊദൻ വഅലാ ജുനൂബിഹിം വയതഫക്കറൂന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി റബ്ബനാ മാ ഖലഖ്ത ഹാദാ ബാതില സുബ്ഹാനക ഖിനാ അദാബന്നാർ. അർത്ഥം പറയണം, നിങ്ങൾക്ക് അറിയുന്നു വിചാരിക്കുന്നു. ഇരുന്നുകൊണ്ടും കിടന്നുകൊണ്ടും അല്ലാഹുവിനെ സ്മരിക്കുന്നവർ പറയും, പടച്ചോനെ ഇതിനെ വെറുതെ സൃഷ്ടിച്ചതല്ല. അങ്ങനെ ഒരു ചർച്ച തന്നെ ശാസ്ത്രലോകത്തില്ല. ഇപ്പം ശാസ്ത്രം മനുഷ്യരെ കുറിച്ച് പറയുന്നു. സ്വന്തം ശരീരത്തെ കുറിച്ച് പഠിച്ചാൽ അള്ളാഹിനെ മനസ്സിലാവുന്ന. കാരണം നമ്മുടെ ശരീരത്തിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, 730 കോടി മനുഷ്യർ ലോകത്ത് ജീവിക്കുന്നുണ്ട്. 10,000 കോടി മനുഷ്യർ മരിച്ചു പോയിട്ടുണ്ട്. ഇപ്പം പറയണത് എന്താണെന്നറിയോ? ഒരു മനുഷ്യനെ പോലെ വേറൊരു മനുഷ്യനില്ല. ഒരു മനുഷ്യനെ പോലെ എന്നല്ല, ഒരു മനുഷ്യനുള്ള ഒരു സാധനം വേറൊരാൾക്കില്ല. എൻ്റെ മക്കൾക്ക് പോലും എൻ്റെ മുടിയില്ല, എൻ്റെ കണ്ണില്ല, എൻ്റെ ശരീരമില്ല, എൻ്റെ എല്ലില്ല, എൻ്റെ ശബ്ദമില്ല. എൻ്റെ മക്കൾക്ക് പോലുമില്ല. എൻ്റെ ഉമ്മാടിപ്പാടി ശബ്ദമല്ല എനിക്ക്, എൻ്റെ ഉമ്മാടിപ്പാടി ശരീരമല്ല എനിക്ക്, എൻ്റെ ഉമ്മയുടെ ഉപ്പയുടെ മുടിയല്ല എനിക്ക്. ലോകത്ത് എത്ര കോടി മനുഷ്യർ ജീവിച്ചു പോയോ, അവരുടെ ശബ്ദം വേറെ, മണം വേറെ, എല്ല് വേറെ, പല്ല് വേറെ, രക്തം വേറെ, ഒക്കെ വേറെ വേറെ. ഇങ്ങനെ വൈവിധ്യത്തോടു കൂടി 10,000 കോടി മനുഷ്യരെ സൃഷ്ടിക്കാൻ ഇതിൻ്റെ പിന്നിലൊരു ശക്തി വേണ്ടേ? ഇതിൻ്റെ പിന്നിലൊരു ശക്തി വേണ്ടേ? അതാ ഖുർആൻ ചോദിക്കുന്നത്. ഇപ്പം ശാസ്ത്രം പറയുന്നു ഭൂമി 23.5 ഡിഗ്രി ചെരിഞ്ഞാണ് നിൽക്കുന്നത്. 23 ആയാലും 24 ആയാലും വേറെ ഏത് ഡിഗ്രിയിൽ ചെരിഞ്ഞു നിന്നാലും ഭൂമി വാസയോഗ്യമാകൂല. ഖുർആൻ ചോദിക്കുന്നു, ആരാണ് ഭൂമിയെ നിർത്തേണ്ടടുത്ത് നിർത്തിയത്? ആരാണ് ഭൂമിയെ നിർത്തേണ്ടടുത്ത് നിർത്തിയത്? ആരാണ് ഭൂമിക്ക് ഈ ഘടന നിശ്ചയിച്ചത്? ഖുർആൻ ആധുനിക ലോകത്തിലെ ശാസ്ത്രലോകത്തോട് അതിശക്തമായി പറയുന്നു, ഇതിൻ്റെ പിന്നിലൊരു ശക്തിയുണ്ട് എന്ന്. നിങ്ങൾ ഈ പ്രപഞ്ചത്തെക്കുറിച്ച് പഠിക്കണം. എത്ര ദൃഷ്ടാന്തങ്ങളുടെ അരികിലൂടെ അവർ സഞ്ചരിക്കുന്നു. അശ്രദ്ധരായിട്ട് അവരതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. നമ്മൾ ഈ ലോകത്തിൻ്റെ മുന്നിൽ, ഞാൻ ഇപ്പോഴും പറയുന്നു, വിശുദ്ധ ഖുർആൻ ഉയർത്തിച്ചുകൊണ്ട് ലോകത്തോട് നമുക്ക് പറയാൻ കഴിയണം, ഇതിൻ്റെ പിന്നിൽ ഒരു അല്ലാഹുണ്ട്, ഇതിൻ്റെ പിന്നിൽ ഒരു റബ്ബുണ്ട്. ആ ഖുർആനിന്റെ സന്ദേശം പറയാൻ നമ്മൾ സന്നദ്ധരായിട്ടില്ലെങ്കിൽ നമ്മൾ ഖുർആനിനെ നിഷേധിച്ചവരാ.
നമ്മളെ കുട്ടികളോട് പറയണ്ടേ, കുട്ടികളോട് സംസാരിക്കണ്ടേ? ഞാൻ 100 കണക്കിന് വേണമെങ്കിൽ 1000 എന്ന് പറയാം. ആ മുസ്ലിം വിദ്യാർത്ഥികളുമായി ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ഈ ചർച്ചകൾ, ഈ വിഷയത്തിൽ ചർച്ച നടത്തിയിട്ടുണ്ട്. ഒരിക്കൽ പോലും ഒരു കുട്ടിയിൽ നിന്ന് പോലും മറ്റൊരു അഭിപ്രായം വന്നിട്ടില്ല. 1000 കണക്കിന് സഹോദര സമുദായങ്ങളിലെ കോളേജുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുമായി ഞാൻ ഈ വിഷയം ചർച്ച ചെയ്തിട്ടുണ്ട്, അവർക്ക് ക്ലാസ് എടുത്തിട്ടുണ്ട്. ആ കുട്ടികളൊക്കെയും സമ്മതിക്കുന്ന ഒരു കാര്യം, ഇതിൻ്റെ പിന്നിൽ ഒരു ശക്തിയുണ്ട്. അശക്തിയേകനാണ്. കാരണം ഖുർആൻ ചോദിച്ചാൽ അഫലാ യൻദുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിക, ഒട്ടകം എങ്ങനെ സൃഷ്ടിക്കപ്പെട്ടു നിങ്ങൾ ചിന്തിച്ചിട്ടില്ലേ? ഒട്ടകത്തിന് മരുഭൂമിയിൽ ജീവിക്കാൻ പറ്റുന്ന 100 കണക്കിന് അനുകൂലനങ്ങൾ സംവിധാനിച്ചു കൊടുത്തത് ഒട്ടകം സ്വയം ചെയ്തതല്ലല്ലോ, മരുഭൂവാസികൾ ചെയ്തു കൊടുത്തതല്ലല്ലോ. ആരാണതിൻ്റെ പിന്നിൽ? ആ ആകാശത്ത് ഇത്രയും ഒരു താങ്ങും തണമില്ലാതെ കോടാനുകോടി എണ്ണമറ്റ നക്ഷത്രഗോളങ്ങളെ അത്യത്ഭുതകരമായി സൃഷ്ടിച്ചതാര്? അതിൻ്റെ പിന്നിലെ ശക്തിയാര്? ഖുർആൻ ലോകത്തോട് ചോദിക്കുന്ന ചോദ്യം, അതിന് മറുപടി കൊടുക്കണ്ടേ? ആ മറുപടി ലോകത്തെ കൊണ്ട് പറയിപ്പിക്കണ്ടേ? അതിൻ്റെ പിന്നിൽ അള്ളയാണ്, അതിൻ്റെ പിന്നിൽ റബ്ബാണ് എന്ന് പറയണ്ടേ? പടർന്ന് പറക്കുന്ന പക്ഷികളെ കുറിച്ച് പറഞ്ഞു, സാഫാത്ത് എന്ന് നേരമില്ലാത്തതുകൊണ്ടാണ് പറഞ്ഞു. ആ പക്ഷികളെ കുറിച്ച് പറയുന്നു, 11 ദിവസം തുടർച്ചയായി പറക്കുന്ന 10,000 കണക്കിന് കിലോമീറ്റർ സഞ്ചരിക്കുന്ന പക്ഷികൾക്ക് ഈ സംവിധാനം ഒരുക്കി കൊടുത്തത് ആരാണ്? കങ്കാരു. ആ കങ്കാരുവിൻ്റെ വലിപ്പത്രയും നിങ്ങൾ വിചാരിച്ചാൽ പ്രസവിക്കുമ്പോൾ നിങ്ങളാരും വിചാരിക്കുക, മുമ്പ് അറിഞ്ഞ ആൾക്കാരുണ്ടെങ്കിൽ അത് വേറെ കാര്യം. പക്ഷേ കങ്കാരു എന്ന് പറഞ്ഞാൽ 110 കിലോ 120 കിലോ തൂക്കമുള്ള ജീവിയാണ് കങ്കാരു. പക്ഷെ ആ കങ്കാരുവിന് ജനിക്കുന്ന കുട്ടിയുണ്ടല്ലോ, എത്ര ഗ്രാം ഉണ്ടാകുന്ന വിചാരിക്കുക? 1 ഗ്രാം പോലും ഇല്ല. ആലോചിച്ച് നോക്കിയേ, 6 അടി നീളമുള്ള 110 കിലോഗ്രാം തൂക്കമുള്ള കങ്കാരുവിൻ്റെ കുഞ്ഞിൻ്റെ പ്രസവിക്കുന്ന ഘട്ടത്തിലെ ഭാരം 0.8 ഗ്രാം എന്ന് പറഞ്ഞാൽ 1 ഗ്രാമില്ല. ഈ 1 ഗ്രാമില്ലാത്ത, 1 ഗ്രാം എന്നൊക്കെ ഓരോ സ്ത്രീകൾക്ക് അറിയാൻ മനസ്സിലാവും, 1 ഗ്രാം സ്വർണത്തിൻ്റെ വലിപ്പമൊക്കെ. അപ്പോൾ ഈ 1 ഗ്രാം പോലും ഇല്ല എന്ന് പറഞ്ഞാൽ ഈ സാധനം എത്രയേ ഉള്ളൂ. ഈ സാധനത്തിന് എങ്ങനെ കയ്യിലെടുക്കാൻ പറ്റും? കയ്യിക്കാണ് ഈ സ്വാധീനമില്ല, ചാടാനേ പറ്റുള്ളൂ. പക്ഷേ കങ്കാരുവിൻ്റെ വയറ്റത്തൊരു പൗച്ച്, തനിക്കിങ്ങനെ ദുർബലമായി ഒരു കുഞ്ഞു ജനിക്കാൻ പോകുന്നു എന്ന് കരുതി ഏതെങ്കിലും തയ്യൽക്കാരൻ്റെ അടുക്ക പോയി തയ്ച്ചുണ്ടാക്കിയതല്ലല്ലോ. ചിന്തിക്ക്, ജീവികളിൽ നിങ്ങൾക്ക് ഒരുപാട് പാഠമുണ്ട്. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, നിങ്ങൾ കഴിക്കുന്ന പാലില്ലേ, നിങ്ങൾ പശുവിന് കൊടുത്തത് ഒക്കെപ്പൊടി, പുല്ല്, വൈക്കോല്, പിണ്ണാക്ക്, കിട്ടിയതോ വെള്ളപ്പാല്. ആ പാല് വരുന്നത് എവിടുന്നാ? ഹൗദുൽ കൗസറിൽ നിന്നൊന്നുമല്ലല്ലോ. പാല് വരുന്നത് ഹൗദുൽ കൗസറിൽ നിന്നല്ല. ചാണകത്തിൻ്റെയും മൂത്രത്തിൻ്റെയും രക്തത്തിൻ്റെയും ഇടയിലൂടെ വരുന്ന പാല്. നിങ്ങൾ ആ കിടിലൊന്ന് സൂചി കൊണ്ട് കുത്തണ്ടോ, സൂചി കൊണ്ടൊന്ന് കുത്തി നോക്കിയേ, കുത്തിയാ പുറത്തേക്ക് വരെ പാലല്ല, ബ്ലഡിൻ്റെ രക്തത്തിൻ്റെ ഇതൊന്നും കലരാതെ ശുദ്ധമായ പാല് വരുന്നു. ഖുർആനാണ് പറഞ്ഞത്. 100 കണക്കിന് ആയത്തുകൾ, ആധുനിക ലോകത്തിലെ മനുഷ്യരുമായി സംവദിക്കുന്ന ആയത്തുകൾ ഈ വിശുദ്ധ ഖുർആനിനകത്തുണ്ട്. അതൊക്കെ കെട്ടിപ്പൂട്ടി വെച്ചാൽ അള്ളാഹിന്റെ മുമ്പിൽ നമ്മൾ ഉത്തരം പറയേണ്ടി വരും. ഒരു സംശയവും ഇല്ല. കാരണം പുതിയ ലോകത്തെ നമുക്ക് ഖുർആനിനെ അവതരിപ്പിക്കാൻ സാധിക്കണം. ലോകത്ത് നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയണം. ലോകത്തിനെ മാറ്റിമറിക്കാൻ ഈ ഖുർആനിന് സാധിക്കുമെന്ന് കഴിയണം. നമ്മുടെ വീടുകൾ, നമ്മുടെ കുടുംബങ്ങൾ, നമ്മുടെ മക്കൾ, നമ്മുടെ ആളുകളെ മാറ്റിയെടുക്കാൻ കഴിയണം. അള്ളാഹുവിൻ നമ്മുടെ കയ്യിൽ എന്തുണ്ടെങ്കിലും ഞാൻ പറയാം, നമ്മളെ ശൈലി ഖുർആനുണ്ട്. എന്തില്ലെങ്കിലും ഒരു പ്രശ്നമില്ല. ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ വായിക്കുന്ന ഗ്രന്ഥം ഖുർആനാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ മനഃപ്പാഠമാക്കിയ ഗ്രന്ഥം ഖുർആനാണ്. ലോകത്തെ ഏറ്റവും വേഗതയിൽ വളരുന്ന മതദർശനം ഇസ്ലാമാണ്. ഫാസ്റ്റസ്റ്റ് ഗ്രോവിംഗ് റിലീജിയൻ 2050 എത്തുമ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ മതവിഭാഗം മുസ്ലിങ്ങളാണ്. ഏറ്റവും കൂടുതൽ ചെറുപ്പക്കാരുടെ മതദർശനം ഇസ്ലാമാണ്. അവരുടെ പക്കൽ ഖുർആനുണ്ട്. പാവപ്പെട്ട മനുഷ്യരുടെ പണം മുഴുവൻ പലിശയിലൂടെ നേടിയെടുത്ത് പലിശാധിഷ്ഠിത സമ്പദ് വ്യവസ്ഥ ഉണ്ടാക്കുന്ന മുതലാളിത്തത്തിന് പേടിയ الذين يأكلون الربا لا يقومون إلا كما يقوم الذي يتخبطه الشيطان من المس. പലിശ പുജിക്കുന്നവൻ പൈശാചിക ബാധയേറ്റവനെ പോലല്ലാതെ എഴുന്നേറ്റ് നിൽക്കില്ല എന്ന് പറയുന്ന ഖുർആനിന്റെ വചനത്തെ, വിശുദ്ധ ഖുർആനിനെ ആ ഒരർത്ഥത്തിൽ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുമ്പോഴാണ് യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആനിന്റെ അഹ്ലുകാരായിട്ട് നമ്മൾ മാറുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഞാൻ പറയുന്നു, നമ്മുടെ മക്കളെങ്കിലും ഖുർആൻ പഠിപ്പിക്കണം. നമ്മൾ പഠിച്ചില്ലെങ്കിൽ മക്കളെങ്കിലും ഖുർആൻ പഠിപ്പിക്കണം. കാരണം മക്കളെ ഖുർആൻ പഠിപ്പിച്ചിട്ടില്ലെങ്കിൽ, ഖുർആൻ പഠിപ്പിക്കാനോ ഓതാൻ പഠിപ്പിച്ചല്ല,
ഓതാൻ പഠിപ്പിക്കുന്നതിലൊക്കെ അപ്പുറമുള്ളൊരു പഠനമുണ്ട്. ഈ ഖുർആനിൻ്റെ കണ്ടൻറ്റ് നമ്മളെ കുട്ടികൾക്ക് കിട്ടണം. കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിക്കോളും, വരാൻ പോണ ലോകം വല്ലാത്തൊരു ലോക. ഇപ്പം വിദ്യാഭ്യാസം കേന്ദ്രത്തിൻ്റെയും കൂടി കയ്യിലാണ്. ന്യൂ എഡ്യൂക്കേഷൻ പോളിസി തുടങ്ങിയിരിക്കുന്നു. ഓരോ പോളിസി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. നമ്മളെ കുട്ടികൾ ലിബറലിസ്റ്റുകളാകുമോ, നിരീശ്വരവാദികളാകുമോ, നിർമ്മതവാദികളോ, അതൊന്നും അല്ല ഇനി വരാൻ പോണത്. ഇനി വരാൻ പോണത് നമ്മുടെ മക്കൾ വളരെ കൃത്യമായിട്ട് സംഘപരിവാർ ആശയമുള്ള കുട്ടികളായിട്ട് മാറും. ഒരു സംശയമല്ല. നമുക്കേതായാലും അതുണ്ടാവില്ല, പക്ഷെ നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടാവും. നിങ്ങൾക്കറിയോ, ഇപ്പം തന്നെ ഇറാന് വേണ്ടി എന്തിനാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്, ഇറാന് വേണ്ടി എന്തിനാണ് ശബ്ദിക്കുന്നതെന്ന് ചോദിക്കുന്നത് മുസ്ലിം പെൺകുട്ടികളാണ്. നിരവധി വാട്സപ്പ് മെസ്സേജാണ് എനിക്ക് വന്നത്. കാരണം സംഘപരിവാർ അവരുടെ മനസ്സിൽ സൃഷ്ടിച്ചൊരാശയമുണ്ട്. എന്താ സംഘപരിവാറിൻ്റെ 3 ലക്ഷം 4 ലക്ഷം ആളുകൾ കണ്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലുള്ള എന്താണെന്നറിയോ? അലി ഖാംനൈ എന്ന് പറയുന്ന ആ ആയത്തുള്ള അദ്ദേഹം 1 ലക്ഷം കൗമാരക്കാരായ പെൺകുട്ടികളെ തൂക്കിലേറ്റിയെന്ന വാർത്ത. എന്നിട്ട് അതിൻ്റെ അടിയിൽ അതിൻ്റെയോട് ചേർത്ത് എഴുതിക്കണം എന്താണെന്നറിയോ? ഈ കൗമാരക്കാരായ പെൺകുട്ടികളെ തൂക്കിലേറ്റുന്നതിന് മുമ്പ് അവരെ മുഴുവൻ ലൈംഗികമായി ആയത്തുള്ള ഖാമിനി പീഡിപ്പിച്ചിരിക്കുന്നു. ഇത് 4 ലക്ഷം ആളാണ് കേരളത്തിൽ കണ്ടിരിക്കുന്നത് കുറച്ച് ദിവസം മുമ്പ്. ഈ ജാതിയാണ് ഇവിടെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെ സംഘപരിവാർ വിദ്യാഭ്യാസത്തിൽ ചേർക്കാൻ പോകണം നിങ്ങൾ മനസ്സിലാക്കണം, ഗൗരവത്തിലെടുക്കണം. അവർ റസൂലുള്ളാഹിനെ വൾഗറാക്കാൻ പോകും, അവർ ഖുർആനിനെ മോശമാക്കും, അവർ ഇസ്ലാമിൻ്റെ ചിഹ്നങ്ങളെ മോശമായി ചിത്രീകരിക്കും, ഈ മതത്തെ ദീനിനെ അവർ മോശമായി ചിത്രീകരിക്കും. അതിൻ്റെ വിദ്യാഭ്യാസം തുടങ്ങി. അതിൻ്റെ പ്രഥമ പടിയാണ് ടിപ്പു സുൽത്താൻ റഹ്മത്തുള്ളാ. ആ ടിപ്പു സുൽത്താനെ ഏറ്റവും മോശമായ ദേശദ്രോഹിയായിട്ടാണ് ചിത്രീകരിക്കും. നിങ്ങൾക്ക് അറിയോ, ഇപ്പം മരിച്ചു കിടക്കണ അന്നത്തെ ഏതെങ്കിലും ബ്രിട്ടീഷ് പട്ടാളക്കാരൻ കബറിൽ നിന്ന് എണീറ്റ് വന്ന അവൻ പേടിച്ച് 4 ഭാഗം നോക്കൂ, ടിപ്പുണ്ട് അവിടെയെന്ന്. കാരണം ആ കാലഘട്ടത്തിലെ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിലെ ബ്രിട്ടീഷുകാരുടെ ഉറക്കം കെടുത്തിയ ഏറ്റവും വലിയ സ്വാതന്ത്ര്യ സമര സേനാനി ടിപ്പു സുൽത്താൻ റഹ്മത്തുള്ളാഹി അലൈഹി. ടിപ്പു സുൽത്താനാണ്. ആ ടിപ്പുവിനെ മോശമാക്കി. മഹാനായ ഔറംഗസീബ് റഹ്മത്തുള്ളാഹി അലൈഹി നിങ്ങൾ മനസ്സിലാക്കണം. ഔറംഗസീബ് റഹ്മത്തുള്ളാഹി ഞാൻ വ്യക്തിപരമായി വിശ്വസിക്കുന്ന 4 ഖുലഫാ റാഷിദുകൾക്ക് ശേഷം വേണമെങ്കിൽ 5-ാമത്തെ ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹിക്ക് ശേഷം, അവർക്ക് ശേഷം ഇസ്ലാമിക ലോകത്തുണ്ടായ മഹാനായ ഇസ്ലാമിക ഭരണാധികാരി ഔറംഗസീബ് റഹ്മത്തുള്ളാഹി അലൈഹിയാണ്. കാരണം എന്താണെന്നറിയോ? ഞാൻ പറഞ്ഞ ചിലപ്പോൾ ഉമർ റളിയല്ലാഹുവിനെ പോലെ അദ്ദേഹം വെട്ടിച്ചിട്ടുണ്ട്. ഉമർ റളിയല്ലാഹുവിന് ശമ്പളമില്ല, ശമ്പളത്തിന് പകരം ഖജനാബിന് ധാന്യമണിയാണ് കൊടുക്കുക, ധാന്യമണി. പക്ഷെ ഔറംഗസീബ് റഹ്മത്തുള്ളാഹി അലൈഹി ഉണ്ടല്ലോ, ഏതായി ഔറംഗസീബ് നിങ്ങൾക്ക് അറിഞ്ഞൂടെ? സ്വന്തം ഭാര്യയുടെ ശവകുടീരം ഉണ്ടാക്കാൻ ഒരു രാജ്യത്തിലെ 20,000 മനുഷ്യരെ 20 വർഷം നിരന്തരം പണിയെടുപ്പിച്ച് ലക്ഷക്കണക്കിന് മനുഷ്യരെ കുരുതി കൊടുത്ത് രാജ്യത്തിൻ്റെ സമ്പത്ത് മുഴുവൻ കുളം തോണ്ടി യമുനാ നദിയുടെ ഒരു കരയിൽ ജാറമുണ്ടാക്കിയ അല്ലെങ്കിൽ ശ്മശാനമുണ്ടാക്കിയ ഷാജഹാന്റെ മോനാണ് ഔറംഗസീബ്. എന്നിട്ട് ആ ഔറംഗസീബ് 50 വർഷം ഇന്ത്യ ഭരിച്ചു. അദ്ദേഹം ഉമർ റളിയല്ലാഹു അൻഹു പോലും ചെയ്ത ഖജനാവിലെ ധാന്യം മേടിച്ചില്ല. രാത്രി വരെ രാജ്യത്തിന് സേവനം ചെയ്ത ഔറംഗസീബ് റഹ്മത്തുള്ളാഹി അലൈഹി രാത്രിയുടെ അന്ത്യയാമങ്ങളിലിരുന്ന് മുസഹഫ് എഴുതും, തൊപ്പി തുന്നും. ആ തൊപ്പിയും മുസഹഫും നേരം വെളുക്കുമ്പോൾ ഒരാളെ കയ്യിൽ വിൽക്കാൻ ഏൽപ്പിക്കും. അയാൾ വിറ്റുകൊണ്ടുവരുന്ന പൈസയിൽ നിന്ന് അയാൾക്കുള്ള കൂലി കൊടുത്ത് ബാക്കി കൊണ്ട് ജീവിച്ചു ഷാജഹാന്റെ മകൻ ഔറംഗസീബ് റഹ്മത്തുള്ളാഹി അലൈഹി. ആ ഔറംഗസീബിനെയാണ് ചരിത്രത്തിൽ ഇന്ന് ഇവർ മോശമാക്കിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് പറഞ്ഞാൽ, നമ്മളെ മക്കളെ തെറ്റിക്കും. ആ കാലത്തേക്കാണ് പോകുന്നത്. അവർക്ക് ഖുർആൻ കയ്യിലില്ലെങ്കിൽ, ഖുർആന്റെ ഈമാൻ അവർക്കില്ലെങ്കിൽ, അവരുടെ ഹൃദയത്തിൽ ഖുർആൻ ഇല്ലെങ്കിൽ, ഖുർആനിന്റെ ആശയമില്ലെങ്കിൽ, ഖുൽ ഹു അല്ലാഹു അഹദ് ഇല്ലെങ്കിൽ, ആ ഫാത്തിഹ സൂറത്തിന്റെ അർത്ഥം അറിയില്ലെങ്കിൽ പിഴച്ചു പോകും. ഒരു സംശയമില്ല, പിഴച്ചു പോകും. എന്നോടൊരു പയ്യൻ ചോദിച്ചല്ലേ, ഉസ്താദേ വഖ്തുലൂഹും ഹൈസു സഖിബ്തുമൂഹും, അർത്ഥം പറയണം, ആശയം പറയണം. നിങ്ങൾക്കറിയോ ആർക്കെങ്കിലും ഇതിൽ ആ വഖ്തുലൂഹും ഹൈസു സഖിബ്തുമൂഹിൻ്റെ അർത്ഥം അറിയണവരൊന്ന് കൈവയ്ക്കുക, വെറുതെ ഒന്ന്. അത്രേ അറിയുള്ളൂ, നിങ്ങൾക്കറിയില്ല, പക്ഷെ ആ കുട്ടിക്ക് അറിയും. ഞാൻ അവനോട് ആദ്യം തിരിച്ചൊരു ചോദ്യം ചോദിച്ചു, ഖുൽ ഹു അല്ലാഹു അഹദ് അർത്ഥം അത് കേട്ടിട്ടൊന്നുമില്ല അവന്.
കുലുഹല്ലാഹു അത് കേട്ടിട്ട് തന്നെയല്ലേ അവൻ. നിങ്ങൾ വിചാരിക്കുമ്പോൾ വലിയ പണ്ഡിതനാന്നല്ല, നിങ്ങൾക്ക് അറിഞ്ഞൂടാത്ത ആയത്ത് പോലും അറിയണ പയ്യനാണ് ഇവൻ. ആകെ ഈ ഒരൊറ്റ കഷ്ണേ അറിയുള്ളൂ. അതായത് വഖ്തുലൂഹും ഹൈതു തഖിബ്തുമൂഹും എന്നുള്ള കഷ്ണം മാത്രമേ ഖുർആനിന്ന് അറിയുള്ളൂ. കുലുഹല്ലാഹു അത് അറിയില്ല. കാരണം ഇവന് സോഷ്യൽ മീഡിയയിൽ ആരിഫ് ഉസ്താദും ജബ്ബാർ ഉസ്താദും ഈ ആയത്ത് ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നിരീശ്വരവാദികളും നിർമ്മതവാദികളും ഈ ആയത്ത് ഇങ്ങനെ പഠിപ്പിക്കുക. എന്താർത്ഥം? അവരെ കണ്ടയിടത്ത് വെച്ച് വെട്ടിക്കൊല്ലണം, മറ്റ് മതസ്ഥരെ വെട്ടിക്കൊല്ലാൻ പഠിപ്പിക്കുന്ന ഗ്രന്ഥമാണ് ഖുർആൻ. ഇത് ഇവൻ പഠിച്ച് കാണാതെ പഠിച്ചു വെച്ചിരിക്കുക. നമുക്കറിയാം, യുദ്ധത്തിന് പോകുന്ന സൈനികർക്ക് കൊടുത്ത നിർദ്ദേശത്തിന്റെ ഭാഗത്തു നിന്ന് ഒരു കഷ്ണം കണ്ട് അടർത്തിയെടുത്തിട്ടാണ് ഈ ചോദിക്കുന്നത്. ഇത് ഈ കുട്ടിക്ക് അറിയില്ല. കാരണം ഇവര് സോഷ്യൽ മീഡിയയിലൂടെ ഇതിങ്ങനെ പ്രചരിപ്പിക്കപ്പെടാണ്. നിങ്ങൾ ആയിഷ റളിയല്ലാഹുവിനെ കുറിച്ച് ചോദിച്ചു നോക്ക്, ഏറ്റവും മോശമായിട്ട് അവർ ചിത്രീകരിക്കും. റസൂലുള്ളാഹിനെ കുറിച്ച് ചോദിച്ചു നോക്ക്. ഞാൻ ആയാത്ത് ദർസിൽ ക്ലാസ് എടുക്കുന്ന യൂട്യൂബിൻ്റെ അടിയിൽ ഒരിക്കൽ റസൂലുള്ളാഹിനെ കുറിച്ചും ആയിഷ റളിയല്ലാഹുവിനെ കുറിച്ചും എത്ര വൾഗറായിട്ടാണ് ഒരുത്തം വന്നിട്ട് അഭിപ്രായം രേഖപ്പെടുത്തിയെന്ന് അറിയാം. ഇതൊക്കെ നമ്മൾ കുട്ടികൾ കാണുക. ആ ഘട്ടത്തിൽ നമ്മളെ കുട്ടികൾക്ക് ഈമാൻ പറഞ്ഞു കൊടുക്കണം, അവരെ യാസീൻ പഠിപ്പിക്കണം. എങ്കിലേ ഞാൻ നിങ്ങളും അവരും മരിക്കുമ്പോൾ അവരുടെ വായകൾ സീന് വെക്കുകയും കൈകൾ സംസാരിക്കുകയും കാലുകൾ സാക്ഷി പറയുകയും ചെയ്യുന്ന ഒരു ദിവസത്തെ കുറിച്ച് അനുസ്മരിക്കപ്പെടുന്ന നമുക്ക് യാസീൻ കേവലം ഓതിത്താ പോരാ. യാസീനിന്റെ അർത്ഥം അറിയണം. ജീവിക്കുന്ന മനുഷ്യരെ ജീവിതം പഠിപ്പിക്കുന്ന ജീവിത ഗ്രന്ഥമാണ് ഖുർആൻ. അതുകൊണ്ടല്ലേ മഹാന്മാരായ ആളുകൾ അവരെ വിശുദ്ധ ഖുർആനിൻ്റെ ഒരു ആയത്തിങ്ങോട്ട് ഇറങ്ങുമ്പോഴേക്കും അവർ അപ്പം തന്നെ അങ്ങ് സ്വീകരിക്കല്ലേ ചെയ്ത്. ഖുർആൻ നമ്മളെ പോലെ ഇങ്ങനെ ഓതല്ല. ആയത്തറി നമ്മളെന്ത് ചെയ്യും, അത് തജ്വീദൊക്കെ വെച്ച് ഓതാൻ നോക്കും കൂടിയ. പക്ഷേ ഈ ആയത്തിറങ്ങിയപ്പോൾ എന്ത് ചെയ്തു എന്നറിയോ? തൽഹാ റളിയല്ലാഹു അൻഹു തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട തോട്ടം, 600ഓളം ഈത്തപ്പനകളുള്ള വലിയ തോട്ടം, നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് അല്ലാഹുവിൻ്റെ മാർഗത്തിൽ വ്യയം ചെയ്യാതെ നിങ്ങൾ പുണ്യം കരസ്ഥമാക്കൂല, നേരെ അല്ലാഹുവിൻ്റെ റസൂലിനാണ് കൊടുക്കുക. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഇരുന്ന് ആലോചിച്ച്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താ? ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ആലോചിക്കുകയാണ്. അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അദ്ദേഹത്തിന് ലഭിച്ച റഷ്യയിൽ നിന്നോ റോമിൽ നിന്നോ കിട്ടിയ അതിസുന്ദരിയായ ഒരു അടിമ സ്ത്രീ ഉണ്ടായിരുന്നു. അദ്ദേഹം ആ അടിമ സ്ത്രീ അങ്ങ് കൊടുത്തു. അവളോട് വലിയ സ്നേഹമായിരുന്നു അദ്ദേഹത്തിന്. ഇനി അവരെ വിവാഹം കഴിക്കാം, സ്വതന്ത്രമാക്കിയിട്ട് വിവാഹം കഴിക്കാൻ വിചാരിച്ചപ്പോഴും അങ്ങനെ ദാനം കൊടുത്തതിന് ഇനി മറ്റൊരു രീതിയിൽ കൈക്കലാക്കണ്ടെന്ന് കരുതി അദ്ദേഹം അത് ഒഴിവാക്കുകയാണ്. ആരെങ്കിലും അള്ളാഹ്ക്ക് നല്ല കടം കൊടുക്കാനുണ്ടോ? ഒരൊറ്റ ചോദ്യം. അബൂദർദാ റളിയല്ലാഹു അൻഹു ഇത് കേട്ട വഴി നേരെ വീട്ടിൽ റസൂലുള്ളാഹിനോട് ചെന്നിട്ട് പറഞ്ഞു, എൻ്റെ വീടും പറമ്പും തോട്ടവും അള്ളാഹ്ക്ക് കടം കൊടുത്തിരിക്കുന്നു. ഇതും ചെന്നിട്ട് നേരെ എടിയേന്ന് നമ്മളെ മലയാള ഭാഷയെ വിളിച്ചിട്ട് സ്നേഹത്തിൽ വിളിച്ചിട്ട്, എന്തേ നമ്മളെ വീടും പറമ്പും ഞാൻ അള്ളാഹ്ക്ക് കടം കൊടുത്തു. ഉമ്മുദർദാ ബോധം കെട്ടുപിടിയില്ല. ഉമ്മുദർദാ പറഞ്ഞു, അബൂദർദാ താങ്കൾ ലാഭകരമായ കച്ചവടം നടത്തി. ഈ ഓരോ ആയത്തും സ്ഫോടനങ്ങൾ സൃഷ്ടിച്ച ആയത്തുകളാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ ശബ്ദത്തെക്കാൾ നിങ്ങളെ ശബ്ദം ഉയർന്നു പോകരുത്. ഈ ആയത്ത് കേട്ടതോടുകൂടി സാബിത്ത് റളിയല്ലാഹു അൻഹു പിന്നെ റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് വന്നിട്ടില്ല. എന്നും വരുന്ന ആളാ. റസൂൽ അവസാനം പറഞ്ഞയച്ചു, എന്താ വരാത്തപ്പോൾ എൻ്റെ അടുത്തേക്ക്? എൻ്റെ ശബ്ദം കുറച്ച് കൂടുതലാണ്, ഞാൻ റസൂലിനോട് കൂടി പോകുമെന്ന് പേടിച്ചിട്ട് ഞാൻ വരാത്തതാണ്. അവരുടെ മനസ്സ് ഓരോ ആയത്തും അവരിൽ ആന്തോളനങ്ങളാണ് സൃഷ്ടിച്ചത്. ഈ മാറ്റങ്ങൾ നമ്മളിലും വരേണ്ടതുണ്ട്. ഈ ഖുർആൻ നമ്മുടെ സമൂഹത്തിലും ഉണ്ടാക്കേണ്ടതുണ്ട്. ഓരോ സമൂഹത്തിനും അവർ പറഞ്ഞു കൊടുക്കണം. ഇത് വേറെ ആർക്കും ഞാൻ ഈ അടുത്തൊരാളോട് പറഞ്ഞു, നമ്മൾ പോലും ചെയ്യുന്ന സമൂഹത്തിലെ പൊതുസമൂഹം പോലും ചെയ്യുന്ന നന്മകൾ പോലും ഖുർആനിൽ നിന്ന് കിട്ടിയതാണ്. മാതാപിതാക്കളോട് എന്നോട് ഒരാൾ ചോദിച്ചു, മാതാപിതാക്കളോട് നന്മ ചെയ്യണമെന്ന് മുസ്ലിം സമുദായത്തിന് കുറേ കൂടി മറ്റ് സമുദായങ്ങളെ അപേക്ഷിച്ച് ഉത്കൃഷ്ടമായ നിലപാടുണ്ടല്ലോ, എന്താണ് അതിന് കാരണം? ഞാൻ പറഞ്ഞു, എല്ലാവരും മാതാപിതാക്കളെ ബഹുമാനിക്കണമെന്ന് ഉപദേശിക്കാറുണ്ട്, എല്ലാ മതങ്ങളിലുള്ളവരും എല്ലാ നിരീശ്വരവാദികളും ഉപദേശിക്കാറുണ്ട്. പക്ഷേ ഖുർആൻ ഒരു വർത്തമാനം വേറെ പറഞ്ഞു. ഖുർആൻ പറഞ്ഞു, വഖദാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാന എന്ന് പറഞ്ഞിട്ട് മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം. വലാ തഖുല്ലഹുമാ ഉഫ്ഫിൻ വലാ തൻഹർഹുമാ വഖുല്ലഹുമാ ഖൗലൻ കരീമ, അവരോട് ചേർന്ന് പോലും പറയരുത് എന്ന് പറഞ്ഞിട്ട് ഇമ്മാ തുഖരിദന്നഹു ബിത്തിആ റഹ്മത്തിൻ മിർ റബ്ബിക തർജൂഹാ വഖുല്ലഹും ഖൗലൻ മൈസൂറ. റബ്ബുക്കും, അതാണ് പ്രധാനം.
റബ്ബുക്കും അഅ്ലമു ബിമാ ഫി നുഫൂസിക്കും ഇൻ തകൂനു സാലിഹീൻ ഫഇന്നഹു കാന ലില്ലവ്വാബിന ഗഫൂറ. അതേത് മതത്തിൽ കിട്ടും? ഏത് ഭൗതിക പ്രത്യയശാസ്ത്രത്തിലുണ്ട്? അതായത് നിങ്ങൾ മാതാപിതാക്കളോട് ചേന്ന് മാത്രം പറയാതിരുന്നാൽ പോരാ, നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിലും ചേന്ന് പറയാൻ പാടില്ല. ഉള്ളിലിങ്ങനെ ദേഷ്യം, നരുമാനോട് ഇങ്ങനെ ചിരിച്ചിട്ട് കാട്ടുക, പാപ്പാനോട് ചിരിച്ചു കാട്ടുക, അതല്ല. നിങ്ങളുടെ മനസ്സിൽ പോലും ഉണ്ടാകാൻ പാടില്ല. റബ്ബുക്കും അഅ്ലമു ബിമാ ഫി നുഫൂസിക്കും ഇൻ തകൂനു സാലിഹീന ഫഇന്നഹു കാന ലില്ലവ്വാബിന ഗഫൂറ. അഥവാ ഉള്ളിലെ തിന്മകളെ പോലും ചികഞ്ഞെടുത്ത് മനുഷ്യനെ ഉത്കൃഷ്ടതയുടെ അത്യുന്നതിയിലേക്ക് ഉയർത്തിക്കൊണ്ടുവന്ന ചരിത്രത്തിലെ തുല്യതയില്ലാത്ത ഗ്രന്ഥമാ അല്ലാഹുവിൻ്റെ ഖുർആൻ. അല്ലാഹുവിൻ്റെ ഖുർആൻ. മഹാനായ റസൂൽ, ഞാൻ ആയത്തും കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ഖുർആനിനെ ആർത്ഥത്തിൽ നമ്മൾ സ്വീകരിക്കണം. ഖുർആനിനെ ആർത്ഥത്തിൽ സ്വീകരിക്കണം. ഖുർആനിനെ നമ്മുടെ ജീവിതത്തിൻ്റെ മാർഗരേഖയായി നമ്മൾ സ്വീകരിക്കണം എന്ന് മാത്രമല്ല, നാളെ പരലോകത്ത് നമുക്ക് വിശുദ്ധ ഖുർആൻ ശഫാഅത്തായിരിക്കും. ആ ഖുർആൻ മനുഷ്യരുടെ ഹൃദയങ്ങളെ സ്വാധീനിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി കരഞ്ഞിട്ടുണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കരഞ്ഞിട്ടുണ്ട്. അബൂബക്കർ സിദ്ദീഖിനെ ബക്കാന്ന് വിളിച്ചിരുന്ന കരച്ചിലുകാരൻ, വെറും കരച്ചിൽ. ഖുർആൻ ഓതിയാ കരയാ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കരയുന്നതിൽ വലിയ അത്ഭുതമില്ല, മുമ്പിൽ അങ്ങനത്തെ പ്രകൃത നോക്കാം. പക്ഷേ ഈ ഉമർ റളിയല്ലാഹു അൻഹു കരയണ എനിക്ക് മനസ്സിലാവില്ല. അതൊരു മഹ്ലൂക്കല്ലേ, വേറൊരു മഹ്ലൂക്കായി ഉമർ റളിയല്ലാഹു. കിസ്റ കണ്ട കൈസർ കണ്ട പേടിക്കണം. റസൂലൊരിക്കൽ പെൺകുട്ടികളെ, ചെറിയ പെൺകുട്ടികളായിട്ട് ഇങ്ങനെ തമാശ പറഞ്ഞ് ചിരിച്ചുകൊണ്ടിരിക്കുക, ചെറിയ കുഞ്ഞുങ്ങളെ പെൺകുട്ടികൾ. ദൂരെ നിന്ന് ഈ കുട്ടികൾ ഉമർ റളിയല്ലാഹുവിനെ കണ്ടേക്ക് ഒരൊറ്റ ഓട്ടം, കുട്ടികളൊക്കെ കൂടി ആ കൂടിയാൽ പോയി. നബി ഒറ്റക്കായി അവിടെ. അങ്ങനെ ഉമർ റളിയല്ലാഹു വന്നപ്പോൾ റസൂല് പറഞ്ഞു, ഞാൻ കുറച്ച് കുട്ടികളായിട്ട് തമാശ രസമൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു, നിങ്ങളെ കണ്ടതോടുകൂടി ഒക്കെ പേടിച്ചോടിപ്പോയി. അപ്പോൾ ഉമർ റളിയല്ലാഹു പറഞ്ഞു, അതൊരു മോശം പരിപാടിയായി പോയല്ലോ, അത് ശരിയല്ലല്ലോ, റസൂലിനേക്കാൾ ഇന്നെ പേടിക്കണത് ശരിയല്ലല്ലോ. അപ്പോൾ റസൂൽ ഇടപെട്ടിട്ട് പറഞ്ഞു, അല്ല ഉമറേ, താങ്കൾ വരുന്ന വഴിയിൽ ശൈത്താൻ കണ്ടാൽ പോലും പേടിച്ചോടും, ശൈത്താൻ കണ്ടാൽ പേടിച്ചോടും. പിന്നെ താങ്കൾ അത്രയും വലിയ അംഗീകാരം റസൂലുള്ളാഹി ഉമർ റളിയല്ലാഹു അൻഹു കൊടുത്തേ, താങ്കളെ കണ്ട ശൈത്താൻ പേടിച്ചോടും. രണ്ടാളും ഉമർ റളിയല്ലാഹു അൻഹു അബൂബക്കർ സിദ്ദീഖിൻ്റെ ഖുർആൻ പാരായണം വലിയ വിഷയമല്ലായിരുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ വളരെ പതുക്കെ, ഉമർ റളിയല്ലാഹു അൻഹു ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ഉറക്കെ. അവസാനം റസൂൽ രണ്ടാളെ കുളിപ്പിച്ചു. ഉമർ റളിയല്ലാഹു അബൂബക്കർ സിദ്ദീഖിനോട് ചോദിച്ചു, എന്തെങ്ങനെ പതുക്കെ? ഞാൻ എൻ്റെ അള്ളാഹിനേറ്റ് അഭിമുഖ സംഭാഷണത്തിലാണ്, സ്വകാര്യത്തിലാണ്. ഞാൻ എൻ്റെ റബ്ബിനേറ്റ് സ്വകാര്യത്തിലാണ്, ഞാൻ എൻ്റെ റബ്ബേറ്റ് ഖുർആൻ നിസ്കരിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ ശരി. ഉമർ റളിയല്ലാഹുവിനെ വിളിച്ചിട്ട് ചോദിച്ചു, താങ്കൾ നിസ്കാരത്തിൽ കുറച്ച് ഉറക്കണല്ലോ. ഞാൻ അള്ളാഹിനേറ്റ് ഉള്ള ബന്ധം മാത്രമല്ല, ശൈത്താനെ ഓടിക്കാൻ കൂടിയിട്ടാണ് ഞാൻ ഖുർആൻ ഓതുന്നത്. എൻ്റെ ഖുർആൻ പാരായണം കേട്ടിട്ട് ശൈത്താനൊന്നും ആ പരിസരത്ത് നിന്നാകാൻ പാടില്ല. അവസാനം അള്ളാഹുവിൻ്റെ റസൂൽ കുടുങ്ങിയല്ലോ. റസൂൽ പറഞ്ഞു, അബൂബക്കർ സിദ്ദീഖിനോട് ഇത്തിരി ശബ്ദം കൂട്ടിക്കുക, ഉമറെ ഇത്തിരി ശബ്ദം കുറച്ചാവെന്ന് പറഞ്ഞ് രണ്ടാളെ അഡ്ജസ്റ്റ് ചെയ്ത് നിർത്തിയെന്നാണ് ചരിത്രം. ഖുർആനായത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ആ സംഭവം നടന്നത്. ആ ഉമർ റളിയല്ലാഹു അൻഹു നിസ്കാരത്തിൽ ഖുർആൻ ഓതി ആകെ കൊളായിപ്പോയ സന്ദർഭം ഉണ്ടായിട്ടുണ്ട്. ആകെ തെറ്റി കരഞ്ഞ് അലാക്കായിപ്പോയി. ആ ഉമർ റളിയല്ലാഹു അൻഹു വീട്ടിൽ നിന്ന് ഖുർആൻ പാരായണം കേട്ടിട്ട്, ഇന്ന അദാബ റബ്ബിക ലവാഖി മാ ലഹു മിൻ ദാഫിയ, അല്ലാഹുവിൻ്റെ ശിക്ഷ സംഭവിക്കും, അതിനെ തടുക്കാൻ ഒരാൾക്കും പറ്റൂല എന്നുള്ള ആയത്ത് കേട്ടപ്പോൾ അദ്ദേഹം ബോധം കെട്ടു വീണിട്ടുണ്ട്. 20 ദിവസം പരിപിടിച്ച് കിടന്നു എന്ന് മാത്രമല്ല, ചില ചരിത്രകാരന്മാർ ഉമറിൻ്റെ അന്ത്യം വരെ അതെത്തിപ്പോയി എന്നാണ് പറയുന്നത്. രക്ഷപ്പെട്ടതാ പിന്നെ ഒരായത്ത് കേട്ടിട്ട്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, ഈ ഖുർആൻ ലോകത്തിനെന്നും ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം ഹത്താ യുഗയ്യിറു എന്ന് പറഞ്ഞ ആയത്തുണ്ടല്ലോ. ഒരു ജനത സ്വയം മാറ്റത്തിന് വിധേയമാകാതെ അള്ളാഹ് മാറ്റൂല എന്നുള്ള ആയത്താണ് ഇന്ത്യ പാർലമെൻറ്റിന് മുമ്പിൽ വെച്ചത്. നിങ്ങൾക്കറിയാമോ, ആഫ്രിക്കയിലെ ഒരു പ്രസിദ്ധനായ ഒരു മുന്നണി പോരാളിയായ ഒരാളുണ്ടായിരുന്നു, കെൻ സറോവിവ എന്ന് പറയുന്ന ഒരാൾ. അദ്ദേഹം ജനങ്ങളെ സംഘടിപ്പിച്ച് സമരം നടത്തിയതിൻ്റെ പേരിൽ അദ്ദേഹത്തെ തൂക്കുമരത്തിലേറ്റി 1980-കളിൽ 1995 ആ തൂക്കുമരത്തിലേറ്റുന്നതിന് മുമ്പ് അദ്ദേഹത്തോട് ജഡ്ജി ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് അവസാനം വല്ലതും പറയാണ്ടോ? ആ പറച്ചിൽ 1.5 മണിക്കൂറുണ്ടായിരുന്ന അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. അതിൻ്റെ അവസാനം അദ്ദേഹം പറഞ്ഞു മർദ്ദിക്കപ്പെടുന്ന ജനതയ്ക്ക് തിരിച്ചടിക്കാൻ സ്വാതന്ത്ര്യമുണ്ട് എന്ന ആശയമാണ് അദ്ദേഹം പറഞ്ഞു. മർദ്ദിക്കപ്പെടുന്ന ജനതയ്ക്ക് തിരിച്ചടിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. ഈ ആയത്താണ് അദ്ദേഹം ഉദ്ധരിച്ചത്. ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ ഈ അർത്ഥത്തിൽ എല്ലാ അർത്ഥത്തിലും മുന്നോട്ട് പോകേണ്ടത്. മഹാനായ അലി ബിൻ അബി താലിബ് റളിയല്ലാഹുവിൻ്റെ ഹദീസ് കൂടി ഉദ്ധരിച്ച് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അലി റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു ഹദീസിൽ പറയുന്നുണ്ട്,
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ഒരിക്കൽ പറഞ്ഞു, അലാ ഇന്നഹാ സതകൂനു ഫിത്ന, അലാ ഇന്നഹാ സതകൂനു ഫിത്ന. ഇതാ ഒരു കുഴപ്പം പിടിച്ച കാലം വരാനിരിക്കുന്നു, ഒരു കുഴപ്പം പിടിച്ച കാലം വരും. സഹാബാക്കളാകെ ഞെട്ടി. സഹാബാക്കൾ ചോദിച്ചു, ഫഖുൽതു മൽ മഖ്റജു യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ആ കുഴപ്പം പിടിച്ച കാലത്ത് നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം എന്താണ്? ആ കുഴപ്പം പിടിച്ച കാലത്ത് രക്ഷപ്പെടാനുള്ള മാർഗം എന്താണ്? കിതാബുല്ലാഹ്, അല്ലാഹുവിന്റെ കിതാബ്. ഫീ നബഉ മാ കാന ഖബലകും വഖബ്റു മാ ബഅദകും. ആ ഖുർആനിൽ കഴിഞ്ഞുപോയ ജനതയുടെ ചരിത്രമുണ്ട്, വരാനിരിക്കുന്ന ജനതയുടെ ചരിത്രമുണ്ട്, കാര്യങ്ങളുണ്ട്. വഹുക്കുമു മാ ബൈനകും, നിങ്ങൾക്കിടയിൽ തീർപ്പ് കൽപ്പിക്കുന്ന വിഷയങ്ങളുണ്ട്. ഹുവൽ ഫസ്ലു ലൈസ ബിൽ ഹസൽ, അതൊരു തമാശയുള്ള കാര്യമുള്ള ഗ്രന്ഥമല്ല, അത് അതിഗൗരവമായ ഗ്രന്ഥമാണ്. മൻ തറകഹു മിൻ ജബ്ബാരിൻ ഖസമഹുല്ലാഹ്, ആ ഖുർആനിനെ ആര് അവഗണിച്ച് അവർ അല്ലാഹു തകർത്തെറിയും, ഏത് ധിക്കാരിയെയും അല്ലാഹു തകർത്തെറിയും. വമൻ ഇബ്തഅൽ ഹുദാ ഫീ ഗൈരിഹി അദല്ലഹുല്ലാഹ്, ആ ഖുർആനിന് പകരം നിങ്ങൾ മറ്റേത് വ്യവസ്ഥ സ്വീകരിച്ചോ അല്ലാഹു അവരെ വഴിപിഴപ്പിച്ചു കളയും. വഹുവ സിറാത്തുൽ മുസ്തഖീം, അത് നേരായ മാർഗ്ഗമാണ്. ലാ തസീഗു ബിഹൽ അഹ്വാ വലാ തൽതബിസു ബിഹിൽ അൽസിന വലാ യശ്ബഉ മിൻകുൽ ഉലമാ, നാവുകൾക്ക് മടുപ്പ് വരാത്ത, പണ്ഡിതന്മാർക്ക് ചർച്ച ചെയ്തിട്ട് മടുപ്പ് വരാത്ത ഗ്രന്ഥമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് റസൂൽ പറയാണ്, മൻ ഖാല ബിഹി സദഖ, അത് പറഞ്ഞവൻ സത്യം പറഞ്ഞു. മൻ ഹക്കമ ബിഹി അദ്ല, ആ ഖുർആൻ അനുസരിച്ച് വിധിച്ചവൻ നീതി കാണിച്ചു. അതുകൊണ്ട് നമുക്ക് അഭിമാനത്തോടു കൂടി ഖുർആനിൻ ലോകത്തിന് മുമ്പിൽ വെക്കാം. നാം അതിലൊരു വൈരുദ്ധ്യമല്ല. ലൗകാന മിൻ ഇൻദി ഗൈരില്ലാഹി ലവജദു ഫീഹി ഇഖ്തിലാഫൻ കസീറ. ഈ ഖുർആൻ അല്ലാഹുവിൻ്റെ പക്കൽ എന്നല്ലായിരുന്നുവെങ്കിൽ അതിലൊരുപാട് വൈരുദ്ധ്യങ്ങൾ ഉണ്ടായേനെ. പക്ഷേ ഇത് പൂർണ്ണമായും അല്ലാഹുവിൽ നിന്നുള്ളതാണ്. ഇനി മുസ്ലിം സമുദായം ഒന്ന് സടകുടഞ്ഞെഴുന്നേൽക്കണം, ഒന്ന് സടകുടഞ്ഞെഴുന്നേൽക്കണം. അൽഹംദുലില്ലാഹ്, പണ്ടത്തെ പോലൊന്നുമല്ല, ധാരാളം ആളുകൾ, വലിയ ഉദ്യോഗസ്ഥന്മാർ, ഡോക്ടർമാർ, എഞ്ചിനീയർമാർ, IAS-കാരൊക്കെ ഒന്ന് ഖുർആൻ പഠിക്കുന്നുണ്ട്, ഒക്കെ പഠിക്കുന്നുണ്ട്. അവരൊക്കെ പഠിക്കുമ്പോൾ അതിന് ഏറ്റവും നല്ല ആശയങ്ങളുണ്ട്. ഞാൻ കേരളത്തിലെ 2 പ്രഗത്ഭരായ പണ്ഡിതന്മാരെ ആലോചിക്കുകയാണ്. ഒന്ന് TP കുട്ടിയാമു സാഹിബ്, കേരളത്തിൻ്റെ ചീഫ് എഞ്ചിനീയർ, പക്ഷേ ഒന്നങ്ങടെ ഖുർആൻ പണ്ഡിതനായിരുന്നു. രണ്ടാമത്തെ ഒരാൾ ഡോക്ടർ MM ഉസ്മാൻ സാഹിബ്, പൊന്നാനി, നിങ്ങൾക്കറിയാതാ ഉസ്മാൻ സാഹിബ്. അദ്ദേഹം മദ്രാസ് സ്റ്റേറ്റിൻ്റെ ചീഫ് എഞ്ചിനീയറായിരുന്നു. ഡോക്ടർ MM ഉസ്മാൻ സാഹിബ്, ഡോക്ടർ എന്ന് പറഞ്ഞാൽ അദ്ദേഹം എഞ്ചിനീയറിംഗിൽ അക്കാലത്ത് ഡോക്ടറേറ്റ്, പൊന്നാനിക്കാരനാണ്. സൂറത്തുൻ നൂറിന് ഇത്രയും നല്ല വ്യാഖ്യാനം, സൂറത്തുൻ നൂറിന് ഞാൻ അറബി തഫ്സീറുകളൊക്കെ നോക്കിയിട്ട് ഇത്രയും വിശാലമായ വ്യാഖ്യാനം ഉസ്മാൻ സാഹിബിനെ പോലെ ഒരാൾ എഴുതിയിട്ടില്ല, വേറെ ആൾ എഴുതിയിട്ടില്ല. ഞാൻ പറയുന്നത്, നമ്മൾ ആരാകട്ടെ, എന്താകട്ടെ, ഏത് ഘടനയിൽപ്പെട്ടവരാകട്ടെ, നമുക്കൊക്കെ അല്ലാഹുവിൻ്റെ കരുത്തായ അല്ലാഹുവിൻ്റെ കിതാബിനെ മുറുകെ പിടിച്ച് മുന്നോട്ട് പോകണം. നമ്മളെ കൂടുതൽ ആളുകളെ ഖുർആനിലേക്ക് സംഘടിപ്പിക്കണം. ആരോട് നമുക്ക് അഭിമാന പുരസ്സരം അവരെ സൃഷ്ടിച്ച സൃഷ്ടാവായ റബ്ബിൻ്റെ ഖുർആനിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാൻ കഴിയണം. അല്ലാഹു റബ്ബുനാ വൽ ഖുർആൻ ദസ്തൂറുനാ, അല്ലാഹുവാണ് നമ്മുടെ റബ്ബ്, പരിശുദ്ധ ഖുർആനാണ് നമ്മളുടെ ഭരണഘടന. ആ പരിശുദ്ധ ഖുർആൻ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഏറ്റവും വലിയ ജിഹാദ് നടത്തുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അല്ലാഹു തആല നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.